ലെക്ചറർ ഇൻ പോളിടെക്നിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇതിലെ മെറ്റീരിയൽ സയൻസിലെ കുറച്ച് സിലബസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിനെ പൊതുവെ മെറ്റൽസ്, സെറാമിക്സ്, ഓർഗാനിക് മെറ്റീരിയൽസ്, കോമ്പോസിറ്റ്സ്, സെമി കണ്ടക്ടേഴ്സ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ മെറ്റൽസിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ലസ്റ്റർ, അതായത് തിളക്കം, ലോ സ്പെസിഫിക് ഹീറ്റ്, ഗുഡ് തെർമൽ കണ്ടക്ടിവിറ്റി, ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഗുഡ് സ്ട്രെങ്ത്, മാലിബിലിറ്റി എക്സെട്ര. മെറ്റൽസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഫെറസ് മെറ്റൽസ് എന്നും നോൺ ഫെറസ് മെറ്റൽസ് എന്നും. ഇനി സെറാമിക്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് മെറ്റൽസിൻ്റെ ബോറോയിഡ്സ്, കാർബൈഡ്സ്, നൈട്രൈറ്റ്സ്, ഓക്സൈഡ്സ്, സിലിക്കേറ്റ്സ് എക്സെട്രയൊക്കെയാണ് സെറാമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പൊതുവെ ബ്രിട്ടിലായിരിക്കും. ഇതിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് റെസിസ്റ്റൻസ്, ഹൈ ടെമ്പറേച്ചർ, ഹാർഡ്നെസ്, അബ്രസീവ്നെസ്, ഇൻസുലേഷൻ, കൊറോഷൻ റെസിസ്റ്റൻസ് എക്സെട്ര. എക്സാമ്പിൾ ആണ് സാൻഡ്, ഗ്ലാസ്, സിമെൻറ്റ്, ഇൻസുലേറ്റർ, പ്ലാസ്റ്റർ ഇവയെല്ലാം. ഇനി ഓർഗാനിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ അത് മെയിനായിട്ടും കാർബൺ കോമ്പൗണ്ട്സിനായിരിക്കും ഓർഗാനിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഒരു ലോങ് മോളിക്കുലർ ചെയിൻ കാർബൺ കോമ്പൗണ്ട്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ലോങ് മോളിക്കുലർ ചെയിൻ ഓർഗാനിക് കോമ്പൗണ്ട് ആണെങ്കിൽ അതിന് പോളിമേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ അതിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിന് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ലൈറ്റ് വെയിറ്റ്, പുവർ റെസിസ്റ്റൻസ്, ടെമ്പറേച്ചർ, ഇതെല്ലാം. പിന്നെ എക്സാമ്പിൾ ആണ് റബ്ബർ, പ്ലാസ്റ്റിക്, പേപ്പർ, ഫ്യൂവൽസ്, വുഡ്, ലൂബ്രിക്കൻസ്, എക്സ്പ്ലോസീവ്സ് എക്സെട്ര. മറ്റൊരു എഞ്ചിനീയറിംഗ് മെറ്റീരിയലാണ് കോമ്പോസിറ്റ്സ്. ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽസിനെ കമ്പോസ് ചെയ്യുന്നതാണ് കോമ്പോസിറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് ഫൈബർ ഗ്ലാസ്. ഗ്ലാസിനുള്ളിൽ ഫൈബർ ത്രെഡ്സ് ഉണ്ടായിരിക്കുന്നതാണ് ഫൈബർ ഗ്ലാസ്. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ തെർമൽ പ്രോപ്പർട്ടീസ് മെറ്റൽസിനും ഇൻസുലേറ്റേഴ്സിനും ഇടയിലാണെങ്കിൽ അതിനെ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നു. ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് നമുക്ക് നോക്കാം. ഒന്നാമതാണ് സ്ട്രെങ്ത്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സസിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവിനാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. വിതൗട്ട് ബ്രേക്കിംഗ് ഓർ yielding. എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു റെസിസ്റ്റ് എക്സ്റ്റേണൽ ഫോഴ്സസ് വിതൗട്ട് ബ്രേക്കിംഗ് ഓർ yielding. ഇതിനാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റീരിയലിനെ ഡീഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ മെറ്റീരിയലിനൊരു ഫോഴ്സ് കൊടുക്കുന്നു. അപ്പോൾ ആ ഫോഴ്സ് ചെയ്തിട്ട് അത് കുറച്ച് ഡീഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഡീഫോമേഷൻ ഫോഴ്സ് എടുത്തു കളയുമ്പം, അല്ലെങ്കിൽ ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പം പഴയ സ്റ്റേറ്റിലേക്ക് വരാനുള്ള ടെൻഡൻസിനാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുക. അപ്പോൾ ടെൻഡൻസിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു സീക്ക് ഇറ്റ്സ് ഒറിജിനൽ ഡയമെൻഷൻസ് അപ്പോൺ ലോഡിങ്, ഇതിനാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ആ ടെൻഡൻസി ടു ഡീഫോം, അതിനാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുക. പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ ബൈ വിർച്യൂ ഓഫ് വിച്ച് ഇറ്റ് മേ ബി ഡീഫോംഡ് പെർമനന്റ്ലി ആൻഡ് ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു എക്സ്റ്റേണൽ അപ്ലൈഡ് ഫോഴ്സ്, ഇതിനാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുക. അപ്പോൾ ഈ പ്ലാസ്റ്റിസിറ്റി നമ്മൾ ഫോർജിങ് ഓപ്പറേഷൻസിൽ നമുക്ക് ആവശ്യമുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അതേപോലെ തന്നെ കോയിൻസിൽ ഇമേജസ് സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലാസ്റ്റിസിറ്റി ആവശ്യമുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ടഫ്നെസ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി ഡ്യൂറിങ് പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ അപ് ടു ഫ്രാക്ചർ, അതായത് എനർജി അബ്സോർബ് ചെയ്യാനുള്ള കഴിവിനാണ്, ഫ്രാക്ചർ വരെയും എനർജി അബ്സോർബ് ചെയ്യാനുള്ള കഴിവിനാണ് ടഫ്നെസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോപ്പർ ഒരു ടഫ് മെറ്റീരിയലാണ്, പക്ഷേ കാസ്റ്റേൺ അല്ല. കാസ്റ്റേൺ പെട്ടെന്ന് പൊട്ടിപ്പോകും. പക്ഷേ കോപ്പർ ഡീഫോം ചെയ്യും, വളരെയധികം ഡീഫോം ചെയ്യും, എന്നിട്ടായിരിക്കും പൊട്ടിപ്പോകുന്നത്. അപ്പം കോപ്പർ ഒരു വളരെ ടഫായിട്ടുള്ള ഒരു മെറ്റീരിയലാണെന്ന് പറയാം. ഇപ്പോൾ ഒരു സഡൻ അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ലോഡ്സിലൊക്കെ ആക്ട് ചെയ്യുന്ന ഇമ്പാക്റ്റ് ലോഡ്സ് ഒക്കെ ആവശ്യമുള്ള, അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ലോഡ്സ് അപ്ലൈ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന് നമ്മൾ ടഫ്നെസ് നമുക്കൊരു ഡിസൈറബിൾ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവിൻ്റെ താഴെയുള്ള ഏരിയ നമ്മൾ ആ ടഫ്നെസ്സിനെ ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഏരിയ നമുക്ക് മോഡുലസ് ഓഫ് ടഫ്നെസ് അല്ലെങ്കിൽ ടഫ്നെസ് പെർ യൂണിറ്റ് വോളിയം ആയിരിക്കും കിട്ടുന്നത്. ഇനി റെസിലിയൻസ് എന്ന് പറഞ്ഞാലും ടഫ്നെസ് പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, when it is elastically deformed, capacity of material to absorb energy and to resist shock and impact loads when it is elastically deformed, അതിനാണ് റെസിലിയൻസ് എന്ന് പറയുക. ഇപ്പോൾ മാക്സിമം സ്റ്റോർ കഴിഞ്ഞാൽ ടോട്ടൽ സ്റ്റോർഡ് എനർജി അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഈൽഡ് പോയിന്റിനാണ് മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്ന് പറയുന്നത്. പ്രൂഫ് റെസിലിയൻസ് എന്ന് പറയുന്നത്. മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ പ്രൂഫ് റെസിലിയൻസ് പെർ യൂണിറ്റ് വോളിയമാണ്
മോഡുലസ് ഓഫ് റെസിലിയൻസ്. അപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ കർവിന്റെ ഈൽഡ് പോയിന്റിന് താഴെയുള്ള ടോട്ടൽ ഏരിയ നമുക്ക് മോഡുലസ് ഓഫ് റെസിലിയൻസ് ആയിരിക്കും കിട്ടുന്നത്. സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ ടോട്ടൽ ഏരിയ, കർവിന് താഴെയുള്ള ടോട്ടൽ ഏരിയ നമുക്ക് മോഡുലസ് ഓഫ് ടഫ്നെസ്സും, ഈൽഡ് പോയിന്റ് വരെയുള്ള സർഫിന് താഴെയുള്ള ഏരിയ നമുക്ക് മോഡുലസ് ഓഫ് റെസിലിയൻസും ആയിരിക്കും കിട്ടുന്നത് ഏരിയയിൽ നിന്നും. ഇനി മറ്റൊരു പ്രോപ്പർട്ടിയാണ് ടെൻസൈൽ സ്ട്രെങ്ത്. ഇപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ കർവിലെ മാക്സിമം ലോഡ് അല്ലെങ്കിൽ മാക്സിമം ലോഡ് ഇൻ എ ടെൻസൈൽ സ്ട്രെസ് ടെസ്റ്റ് ടു ഇറ്റ്സ് ഒറിജിനൽ ക്രോസ് സെക്ഷൻ ഏരിയ, അതിനാണ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സ്ട്രെസ് സ്ട്രെയിൻ കർവ് എടുക്കുക, അതിനകത്ത് ഉണ്ടാകുന്ന മാക്സിമം ലോഡ് നമ്മൾ കണ്ടുപിടിക്കുക. അതിനകത്ത് ആക്ട് ചെയ്തിട്ടുള്ള ടെൻസൈൽ ടെസ്റ്റിൽ നിന്നാണ് നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ കർവ് കിട്ടുന്നത്. അപ്പോൾ അതിനകത്തുള്ള അൾട്ടിമേറ്റ് ലോഡ് നമ്മൾ എടുക്കുക, ആ ലോഡ് ഡിവൈഡ് ബൈ ക്രോസ് സെക്ഷൻ ഏരിയ നമുക്ക് ചെയ്യുന്നതാണ് നമുക്ക് ടെൻസൈൽ സ്ട്രെങ്ത് നമുക്ക് കിട്ടുന്നത്. ഇനി മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഇമ്പാക്ട് സ്ട്രെങ്ത്. സഡൻ ഷോക്കിനെ അല്ലെങ്കിൽ സഡൻ ഇമ്പാക്റ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റിക്കാണ് ഇമ്പാക്ട് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അത് നമുക്ക് ടഫ്നെസ് ആയിട്ട് നമുക്ക് പറയാം. ടഫ്നെസ് പോലെ തന്നെയാണ് ഇമ്പാക്ട് സ്ട്രെങ്തും. ഇപ്പം സഡൻ ആയിട്ടുള്ള ഒരു ഷോക്ക് എനർജിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റിക്കാണ് ഇമ്പാക്ട് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെറ്റീരിയലിന് നമ്മൾ ടെൻസൈൽ ഫോഴ്സ് കൊടുക്കുന്നു. ടെൻസൈൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഡീഫോം ചെയ്യാനുള്ള കഴിവിനാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുക. നമ്മൾ വേറെ ഒന്നും കൂടെ പറയുന്നത് എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു ബി ഡ്രോൺ ഇൻ ടു വയേഴ്സ്, അതിനും ഡക്റ്റിലിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ കപ്പാസിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു അണ്ടർഗോ ഡീഫോർമേഷൻ അണ്ടർ ടെൻഷൻ വിത്തൗട്ട് ഫ്രാക്ചർ അല്ലെങ്കിൽ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു ബി ഡ്രോൺ ഇൻ ടു വയേഴ്സ്, ഇത് രണ്ടും ഡക്റ്റിലിറ്റിക്കുള്ള ഡെഫിനേഷനാണ്. അപ്പം നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡക്റ്റിലിറ്റി ടെൻഷനിലും മാലിബിലിറ്റി കംപ്രഷനിലായിരിക്കും പറയുന്നത്. അപ്പോൾ മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു വിസ്റ്റാൻഡ് ഡീഫോർമേഷൻ അണ്ടർ കംപ്രഷൻ വിത്തൗട്ട് റപ്ചർ അല്ലെങ്കിൽ വിത്തൗട്ട് ഫ്രാക്ചർ, അതിനാണ് മാലിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഗോൾഡ് ഒരു മാലിബിൾ മെറ്റീരിയലാണ്. ഗോൾഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് മാലിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഗോൾഡ്. പിന്നെ നമ്മൾ അടിച്ചു വരുത്താനുള്ള മെറ്റീരിയലിന്റെ കഴിവെന്നും പറയുന്നു എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു ബി ഫോംഡ് ബൈ ഹാമറിങ് ഓർ റോളിങ്, അത് മാലിബിലിറ്റി തന്നെയാണ്. ബ്രിട്ടിൽനെസ് എന്ന് പറഞ്ഞാൽ ഡക്റ്റൈൽ അല്ലാതെ നമ്മൾ ബ്രിട്ടിൽ എന്ന് പറയുന്നു, അതായത് വലിയ ഡിഫോർമേഷൻ ഒന്നും ഇല്ലാതെ തന്നെ മെറ്റീരിയൽ ഫ്രാക്ചറായി പോകാനുള്ള ടെൻഡൻസിക്കാണ് ബ്രിട്ടിൽനെസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു സഡൻ ഫെയിലിയർ ആണ്. ഒരു മെറ്റീരിയലിന് ഇലോങ്ങേഷൻ ആ മെറ്റീരിയൽ ലെങ്തിന്റെ 5% കുറവാണെങ്കിൽ അതിനെ ആ മെറ്റീരിയൽ ബ്രിട്ടിലാണെന്ന് നമ്മൾ പറയും. ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് വിയർ അല്ലെങ്കിൽ സ്ക്രാച്ചിങ് അല്ലെങ്കിൽ മെഷീനബിലിറ്റി, ഇതിനൊക്കെ എതിരെയുള്ള റെസിസ്റ്റൻസിനാണ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാർഡായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണെങ്കിൽ അതിനെ മെഷീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഇതിനെ മറ്റൊരു രീതിയിലും കൂടെ പറയാം, ഇറ്റ് ഓൾസോ മീൻസ് ദ എബിലിറ്റി ഓഫ് എ മെറ്റൽ ടു കട്ട് അനദർ മെറ്റൽ. അപ്പം അങ്ങനെ പറയുമ്പം ഒരു കട്ടിങ് ഓപ്പറേഷനിൽ നമ്മുടെ ടൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക് പീസിനേക്കാളും ഹാർഡായിട്ടുള്ള ഒരു വർക്ക് പീസ് ആണെങ്കിലാണ് നമുക്ക് കട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഹാർഡ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടെസ്റ്റുകളാണ് ബ്രിണൽ ഹാർഡ്നെസ് ടെസ്റ്റ്, റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റ്, വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റ് അല്ലെങ്കിൽ ബ്രിണൽ ടെസ്റ്റ്, റോക്ക്വെൽ ടെസ്റ്റ്, വിക്കേഴ്സ് ടെസ്റ്റ്. ഇതൊക്കെ ഹാർഡ്നെസ് കണ്ടുപിടിക്കാനുള്ള കുറച്ച് ടെസ്റ്റുകളാണ്. ഫറ്റീഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫിനോമിനനാണ്. ഇപ്പോൾ ഒരു മെറ്റീരിയലിന് സൈക്ലിക് ആയിട്ടുള്ള ഒരു ലോഡാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ളതോ പീരിയോഡിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രെസ് നമ്മൾ മെറ്റീരിയലിന് കൊടുക്കുകയാണെങ്കിൽ അത് സാധാരണ ഒരു സ്റ്റാറ്റിക് ലോഡിൽ ഫെയിൽ ചെയ്യുന്നതിനേക്കാളും വളരെ കുറഞ്ഞ സ്ട്രെസ്സിൽ തന്നെ അത് ഫെയിലാകുന്നു. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ഫെയിലിയറിനാണ് ഫറ്റീഗ് ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു ഫറ്റീഗ് ക്രാക്ക്, ഒരു ചെറിയൊരു വളരെ പെട്ടെന്ന് സൈക്ലിക് ആയിട്ടുള്ള ലോഡ് കൊടുക്കുമ്പോൾ ഒരു ചെറിയൊരു ഫറ്റീഗ് ക്രാക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഫറ്റീഗ് ക്രാക്ക് പ്രോഗ്രസ് ചെയ്തിട്ടാണ് ഫറ്റീഗ് ഫെയിലിയർ ഉണ്ടാകുന്നത്. അത് സാധാരണ ഒരു സ്റ്റാറ്റിക് ലോഡിൽ ഫെയിൽ ചെയ്യുന്നതിനേക്കാളും താഴെ ഉള്ള ഒരു ലോഡിലായിരിക്കും ഫറ്റീഗ് ഫെയിലിയർ നടക്കുന്നത്. മറ്റൊരു പ്രോപ്പർട്ടിയാണ് ക്രീപ്പും ഒരു ഫിനോമിനനാണ്. ഒരു എലിവേറ്റഡ് ടെമ്പറേച്ചേഴ്സിലൊക്കെ ചെറിയൊരു സ്ട്രെസ് കൊടുത്താൽ തന്നെ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഡീഫോർമേഷൻ ഉണ്ടാകുന്നതായിട്ട് കാണാം. അതായത് അത് ടൈം ഡിപ്പെൻഡന്റ് ഡീഫോർമേഷൻ ആണ്.
ടൈം കൂടുന്നതിനനുസരിച്ച് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഡീഫോർമേഷൻ ഉണ്ടാകുന്നതായിട്ട് കാണാം. ആ ടൈപ്പ് ഓഫ് ഡീഫോർമേഷൻ ആണ് ക്രീപ്പ് എന്ന് പറയുന്നത്. ഇതൊരു കർവ്, ക്രീപ്പ് കർവാണ്. അപ്പോൾ നമ്മളൊരു മെറ്റീരിയലിന് ഒരു ലോഡ് ഫോഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഇനിഷ്യലായിട്ടൊരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഒരു ഡീഫോർമേഷൻ ഉണ്ടാവും. അപ്പോൾ അതൊരു എലിവേറ്റഡ് ടെമ്പറേച്ചേഴ്സിലാണ് ആ മെറ്റീരിയൽ ഇരിക്കുന്നതെങ്കിൽ ടൈം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഡീഫോർമേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഡീഫോർമേഷൻ ആണ് ക്രീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രീപ്പ് കർവ് നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. പ്രൈമറി ക്രീപ്പ്, പീരീഡ് ഓഫ് പ്രൈമറി ക്രീപ്പ്, പീരീഡ് ഓഫ് സെക്കൻഡറി ക്രീപ്പ്, പീരീഡ് ഓഫ് ടെറിഷറി ക്രീപ്പ്. ഈ പ്രൈമറി ക്രീപ്പിൽ നമ്മൾ നോക്കുമ്പോൾ ഈ കർവിൻ്റെ സ്ലോപ്പ് കുറഞ്ഞതായിട്ടാണ് വരുന്നത്. അതായത് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഡീഫോർമേഷൻ ഇവിടെ കുറഞ്ഞാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ പ്രൈമറി ക്രീപ്പിൽ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഡീഫോർമേഷൻ കുറവാണ്. സെക്കൻഡറി ക്രീപ്പിൽ ഈ ക്രീപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി റേറ്റിലായിരിക്കും ക്രീപ്പ് നടക്കുന്നത്. ടെറിഷറി ക്രീപ്പിൽ ഈ ക്രീപ്പ് ടൈം കൂടുന്നതിനനുസരിച്ച് റേറ്റ് ഓഫ് ക്രീപ്പും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് അൾട്ടിമേറ്റ്ലി ഫെയിലിയർ ഒക്കേഴ്സ്. പിന്നെ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ സ്പ്രിങ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് സ്റ്റിഫ്നെസ്. അപ്പോൾ ഇതൊരു എലാസ്റ്റിക് ഡീഫോർമേഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവിനാണ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ മോർ സ്റ്റിഫ് ആണെങ്കിൽ എലാസ്റ്റിക് ഡീഫോർമേഷൻ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റിഫ്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി കുറച്ച് തെർമൽ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കാം. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബോഡി ഒരു യൂണിറ്റ് ടെമ്പറേച്ചർ റൈസ്, അത് എത്ര മാസം ആയിക്കോട്ടെ, ഒരു ബോഡി ഒരു യൂണിറ്റ് ടെമ്പറേച്ചർ റൈസ് ഉണ്ടാകാൻ, ഒരു ബോഡിയിൽ ഒരു യൂണിറ്റ് ടെമ്പറേച്ചർ റൈസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ഓഫ് എനർജി വേണം, ഹീറ്റ് എനർജി വേണം, അതിനാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദാറ്റ് ബോഡി. ഇനി സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ എടുക്കുക, ആ മെറ്റീരിയലിന് 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ടെമ്പറേച്ചർ റൈസ് ഉണ്ടാകുന്നതിന് വേണ്ടി എത്രമാത്രം ഹീറ്റ് ആഡ് ചെയ്യണം, അതിനാണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. അത് ഡിനോട്ട് ചെയ്യുന്നത് ജൂൾ പെർ കിലോഗ്രാം കെൽവിനിലായിരിക്കും അത് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി മറ്റൊരു പ്രോപ്പർട്ടിയാണ് തെർമൽ എക്സ്പാൻഷൻ. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ലെങ്ത്തിൽ ഒരു യൂണിറ്റ് ടെമ്പറേച്ചർ റൈസ് കൊടുക്കുമ്പോൾ എന്തുമാത്രം ലെങ്ത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അതിനാണ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഉണ്ടാവും. ആ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റിൽ ആ മെറ്റീരിയലിൽ എന്തുമാത്രം ഹീറ്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്, അതിനാണ് തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് വാട്ട് പെർ മീറ്റർ കെൽവിനിലാണ് നമ്മൾ പറയുന്നത്. ഇനി തെർമൽ ഡിഫ്യൂസിവിറ്റി എന്ന് പറഞ്ഞാൽ തെർമൽ കണ്ടക്ടിവിറ്റി റേഷ്യോ ഓഫ് അല്ലെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി കെ ഡിവൈഡഡ് ബൈ റോ സി പി, അതിനാണ് തെർമൽ ഡിഫ്യൂസിവിറ്റി എന്ന് പറയുന്നത്. കെ ഡിവൈഡ് ബൈ റോ സി പി. അതായത് ഒരു മെറ്റീരിയലിലൊരു പോയിന്റിലൊരു ഹീറ്റ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹീറ്റ് ഉണ്ടെങ്കിൽ ആ മെറ്റീരിയലിൽ അത് എങ്ങനെ എത്രയും പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്ത് പോകും, അതിൻ്റെ റേറ്റിനാണ് തെർമൽ ഡിഫ്യൂസിവിറ്റി എന്ന് പറയുന്നത്. തെർമൽ ഷോക്ക് റെസിസ്റ്റൻസ് പറഞ്ഞാൽ സഡൻ ടെമ്പറേച്ചർ ചേഞ്ചസിനെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവിനാണ് തെർമൽ ഷോക്ക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി വേറെയും കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്. റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി, ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്, ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്, തെർമോ ഇലക്ട്രിസിറ്റി. ഇതെല്ലാം ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. റെസിസ്റ്റിവിറ്റിയും കണ്ടക്ടിവിറ്റിയും നമുക്കറിയാം. തെർമൽ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിനനുസരിച്ച് ടെമ്പറേച്ചറിന് ഉണ്ടാകുന്ന ചേഞ്ചിനാണ് തെർമൽ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിനാണ് നമ്മൾ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് പറയുന്നത്. ഇപ്പോൾ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൽ ഇൻസുലേറ്റിംഗ് കപ്പാസിറ്റിക്കാണ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഹൈ വോൾട്ടേജസിലുള്ള
ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിന്റെ ഇൻസുലേറ്റിംഗ് കപ്പാസിറ്റിക്കാണ് ഡൈ ഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. തെർമോ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ തെർമോ കപ്പിളിലൊക്കെ ഉപയോഗിക്കുന്ന തെർമോകപ്പിളിലൊക്കെയാണ് ഈ തെർമോ ഇലക്ട്രിക് എഫക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഫെറസ് മെറ്റൽസ് എന്താന്ന് നോക്കാം. ഫെറസ് മെറ്റീരിയൽസ് മെയിൻ കോമ്പോസിഷൻ അയൺ ആയിരിക്കും. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അയണേഴ്സ് ഉണ്ട്. അപ്പോൾ അയണേഴ്സ് ഓക്സൈഡ്സ് ആയിട്ട് അവൈലബിൾ ആണ്, കാർബണൈറ്റ്സ് ആയിട്ടും അവൈലബിൾ ആണ്, സൾഫൈഡ്സ് ആയിട്ടും അവൈലബിൾ ആണ്. ഓക്സൈഡ്സ് ആയിട്ടുള്ള അയണേഴ്സ് ആണ് മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമണൈറ്റ് എക്സെട്ര. ഈ മാഗ്നറ്റൈറ്റിലുള്ള അയൺ കണ്ടന്റ് 72% ആണ്. മാഗ്നറ്റൈറ്റിൽ അയൺ കണ്ടന്റ് 72% ആണ്. അതിന്റെ കളർ ബ്ലാക്ക് ആണ്. അപ്പോൾ മാഗ്നറ്റൈറ്റിന്റെ കളർ ബ്ലാക്ക് ആണ്, അതിന്റെ അയൺ കണ്ടന്റ് 72% ആണ്. ഹെമറ്റൈറ്റിന്റെ കളർ റെഡ് ആണ്, അതിന്റെ അയൺ കണ്ടന്റ് 70% ആണ്. ഇത് നമുക്ക് റെഡിലി അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ ഇത് വൈഡ്ലി യൂസ്ഡ്. ഹെമറ്റൈറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ്. ഹെമറ്റൈറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ്. ഇനി മറ്റൊരു ഓക്സൈഡ് ഓറാണ് ലിമണൈറ്റ്. ലിമണൈറ്റിന്റെ കളർ ബ്രൗൺ ആണ്, അതിന് അയൺ കണ്ടന്റ് 60 to 65% ആണ്. സിഡറൈറ്റ് എന്ന് പറഞ്ഞാൽ അയണോർ, കാർബണൈറ്റ്സ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള അയണോറിനാണ് സിഡറൈറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെയും കളർ ബ്രൗൺ ആണ്, അതിന് അയൺ കണ്ടന്റ് 48% ആണ്. പൈറൈറ്റ് എന്ന് പറഞ്ഞാൽ സൾഫൈഡ് ആണ്, അതായത് അയണോറിന്റെ സൾഫൈഡ് ആണ്. സൾഫൈഡ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള അയണോറാണ് പൈറൈറ്റ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ പൈറൈറ്റിന്റെ അയൺ കണ്ടന്റ് വളരെ കുറവാണ്. അപ്പോൾ ഇത് സാധാരണ ഇതിൽ നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇതിനെ ഫൂൾസ് ഗോൾഡ് എന്നാണ് പറയുന്നത്. കാരണം ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡ് കളറിനോട് ഒരു ഗോൾഡ് കളർ പോലെ ആയിരിക്കും ഇതിനകത്ത്. ഇതിന്റെ കളർ ഒരു ബ്രാസ് യെല്ലോ കളറാണ്. അപ്പോൾ ഈ പൈറൈറ്റിന് ഫൂൾസ് ഗോൾഡ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫെറസ് മെറ്റീരിയൽസ് അയൺ ഓറ് ഓക്സൈഡ്സ് ആയിട്ടുണ്ടായിരിക്കും, കാർബണൈറ്റ്സ് ആയിട്ടും ഉണ്ടാകാം, സൾഫൈഡ്സ് ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഓക്സൈഡ്സ് ആണ് മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമണൈറ്റ്. അപ്പോൾ ഹെമറ്റൈറ്റ് ആണ് പൊതുവെ ഉപയോഗിക്കാറ്. അതിൻ്റെ കളർ റെഡ് ആണ്, മാഗ്നറ്റൈറ്റിൻ്റെ കളർ ബ്ലാക്ക്, ലിമണൈറ്റിൻ്റെ കളർ ബ്രൗൺ. അയണോറിൻ്റെ ഒരു കാർബണൈറ്റ് ഫോമാണ് സിഡറൈറ്റ്. ഇപ്പോൾ സിഡറൈറ്റിൻ്റെ കളർ ബ്രൗൺ ആണ്. അതേപോലെ തന്നെ അയണോറിൻ്റെ ഒരു സൾഫൈഡ് ഫോമാണ് പൈറൈറ്റ്. അത് പൊതുവെ ഉപയോഗിക്കാറില്ല. അതിൻ്റെ കളർ ബ്രാസ് യെല്ലോ കളറാണ്. നമുക്ക് പിഗ് അയൺ എന്താന്ന് നോക്കാം. അയണോറിൽ നിന്നും സ്മെൽറ്റിംഗ് പ്രോസസ്സ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പിഗ് അയൺ. പിഗ് അയൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫർണസിന്റെ പേരാണ് ബ്ലാസ്റ്റ് ഫർണസ്. അപ്പോൾ പിഗ് അയണിൽ 90 to 92% അയൺ ഉണ്ടായിരിക്കും, 3 to 5% കാർബൺ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കാർബൺ കണ്ടന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കണ്ടന്റ് ആണ്. അപ്പം പിഗ് അയണിൽ 3 to 5% കാർബൺ ഉണ്ടായിരിക്കും, 1 to 3% സിലിക്കൺ, പിന്നെ ഫോസ്ഫറസ്, സൾഫർ, മാംഗനീസ് ഇതെല്ലാം അറൌണ്ട് 1% ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിനകത്ത് 90 to 92% അയൺ, 3 to 5% കാർബൺ, 1 to 3% സിലിക്കൺ ആൻഡ് അറൌണ്ട് 1% ഫോസ്ഫറസ്, സൾഫർ ആൻഡ് മാംഗനീസ്. അയൺ ഉണ്ട്, കാർബൺ ഉണ്ട്, സിലിക്കൺ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, സൾഫർ ഉണ്ട്, മാംഗനീസ് ഉണ്ട് പിഗ് അയണിൽ. പിഗ് അയൺ 3 സ്റ്റെപ്സ് വഴിയാണ് മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത്. ഒന്നാമതാണ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസിനെ വാട്ടർ ഉപയോഗിച്ചിട്ട്, ക്ലേ പോലെയുള്ള ഇമ്പ്യൂരിറ്റീസിനെ വാട്ടർ ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്യുന്നതിനാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് കാൽസിനേഷൻ റോസ്റ്റിംഗ്. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അതിനെ ഹീറ്റ് ചെയ്തെടുക്കുന്നതിനാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ് കാൽസിനേഷൻ റോസ്റ്റിംഗ്. അപ്പോൾ അത് മോയ്സ്ചർ കണ്ടന്റ് എക്സ്പെൽ ചെയ്ത് കളയാം. കാർബൺ ഡയോക്സൈഡ്, സൾഫർ, ആഴ്സനിക് ഇതെല്ലാം റിമൂവ് ചെയ്ത് കളയുന്നതിനാണ് കാൽസിനേഷൻ അല്ലെങ്കിൽ റോസ്റ്റിംഗ് എന്ന് പറയുന്നത് ബൈ ഹീറ്റിംഗ് ഇൻ ഷാലോ കിൻസ്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് സ്മെൽറ്റിംഗ്. ഇതാണ് പിഗ് അയൺ ഉണ്ടാക്കുന്ന മെയിൻ സ്റ്റെപ്പ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ റെഡ്യൂസിങ് അയൺ ഓർ വിത്ത് കാർബൺ ഇൻ ദ പ്രസൻസ് ഓഫ് ഫ്ലക്സ്, അതിനാണ് സ്മെൽറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലക്സ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത് ലൈം സ്റ്റോണും ഡോളമൈറ്റും ആണ്
നമ്മൾ ഫ്ലക്സ് ആയിട്ട് പിഗ് അയൺ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ബ്ലാസ്റ്റ് ഫർണസിൽ ഫ്ലക്സ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ലൈം സ്റ്റോണും ഡോളമൈറ്റും. നമ്മളിപ്പോൾ കോക്കും നമ്മൾ ആഡ് ചെയ്തവർക്കുണ്ട്, അതായത് സ്മെൽറ്റിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ഫ്ലക്സ് ആൻഡ് കോക്ക് എന്നാണ് പിഗ് അയൺ മാനുഫാക്ചറിങ്ങിനെ പറയുന്നത്. ഇപ്പോൾ കോക്ക് നമ്മൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും റെഡ്യൂസിങ് ഏജന്റ്, അതായത് കാർബൺ മോണോക്സൈഡിനെ പ്രൊഡ്യൂസ് ചെയ്ത് ഓക്സിജനെ റെഡ്യൂസ് ചെയ്ത് കളയാനായിട്ട്, ഓക്സിജനെ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറ്റുന്നതിനാണ് കോക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ബ്ലാസ്റ്റ് ഫർണസ് ഏകദേശം 30 മീറ്റേഴ്സ് ഹൈ ഉണ്ടായിരിക്കും. അതിൻ്റെ മാക്സിമം ഇന്റേണൽ ഡയമീറ്റർ, അതായത് ഈ ഒരു ഭാഗത്ത് ഒരു 9 മീറ്റേഴ്സ് ആയിരിക്കും അതിൻ്റെ ഇന്റേണൽ ഡയമീറ്റർ. ഇപ്പോൾ ലോവർ പോർഷൻ ഈസ് കോൾഡ് ഹാർത്ത്. ആ ഹാർത്തിൽ നമ്മൾ 2 years പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 years എന്ന് പറഞ്ഞാൽ ചെറിയ പൈപ്പ്സ് ആണ്. ആ പൈപ്പ്സിൽ കൂടെ ഹോട്ട് ഗ്യാസസ് ഈ ബ്ലാസ്റ്റ് ഫർണസിൽ കൊടുക്കാനാണ് 2 years നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ലോവർ പോർഷൻ ഈസ് കോൾഡ് ഹാർത്ത്. ആ ഭാഗത്തു നിന്നാണ് നമ്മൾ കാസ്റ്റ് അയൺ നമ്മൾ വേർതിരിച്ചെടുക്കുന്നത്. അതായത് മോൾട്ടൺ കാസ്റ്റ് അയൺ നമ്മൾ എടുക്കുന്നതാണ്, അല്ലെങ്കിൽ മോൾട്ടൺ പിഗ് അയൺ നമ്മൾ വെളിയിലേക്ക് എടുക്കുന്നത് ഈ ഹാർത്തിൽ നിന്നാണ്. വൈഡസ്റ്റ് പോർഷനെ നമ്മൾ ബോഷ് എന്ന് പറയുന്നു. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ റേഞ്ച് അറൌണ്ട് 1200 to 1300 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിരിക്കും. അപ്പോൾ ഈ വൈഡസ്റ്റ് പോർഷനെ നമ്മൾ ബോഷ് എന്ന് പറയുന്നു. അവിടുത്തെ ടെമ്പറേച്ചർ റേഞ്ച് 1200 to 1300 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. ഈ ബോഷിന് മറ്റൊരു പേരാണ് ബേണിംഗ് സോൺ അല്ലെങ്കിൽ സോൺ ഓഫ് ഫ്യൂഷൻ. മിഡിൽ പാർട്ടിന് നമ്മൾ സോൺ ഓഫ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ അവിടെയുള്ള ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറഞ്ഞാൽ 800 to 1000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിരിക്കും. മിഡിൽ പാർട്ടിന് നമ്മൾ സോൺ ഓഫ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നു. അവിടുത്തെ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറഞ്ഞാൽ 800 to 1000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിരിക്കും. അപ്പർ പാർട്ടിന് നമ്മൾ സോൺ ഓഫ് റിഡക്ഷൻ എന്ന് പറയുന്നു. ഒരു ബ്ലാസ്റ്റ് ഫർണസിലുള്ള വൈഡസ്റ്റ് പോർഷനെ നമ്മൾ ബേണിംഗ് സോൺ അല്ലെങ്കിൽ സോൺ ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നു. മിഡിൽ പാർട്ടിനെ സോൺ ഓഫ് അബ്സോർപ്ഷൻ എന്നും അപ്പർ പാർട്ടിനെ സോൺ ഓഫ് റിഡക്ഷൻ എന്നും പറയുന്നു. അപ്പർ പാർട്ടിലായിരിക്കും ഏറ്റവും കുറവ് ടെമ്പറേച്ചർ റേഞ്ച് 400 to 700 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. മിഡിൽ പാർട്ടിൽ 800 to 1000 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ടോപ്പ് പാർട്ടിൽ ബോട്ടം പാർട്ടിൽ സോൺ ഓഫ് ഫ്യൂഷനിൽ 1200 to 1300 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അവിടെയാണ് സ്മെൽറ്റിംഗ് പ്രോസസ്സ് നടക്കുന്ന പ്രോസസ്സാണ് വൈഡസ്റ്റ് പോർഷൻ അല്ലെങ്കിൽ സോൺ ഓഫ് ഫ്യൂഷൻ. ഇവിടുത്തെ ടെമ്പറേച്ചർ റേഞ്ച് നമ്മൾ ഇത് ഓർത്ത് വെച്ചേക്കുക, 400, 800, 1200. ഒരു 400 ഡിഫറൻസ് ആണുള്ളത്. 400 to 700, 1000, 1300, ഒരു 300ന്റെ ഡിഫറൻസ് ആണുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ ഓർത്ത് വെച്ചേക്കുക. ഈ സ്ലാഗ് ഇതിനകത്തുള്ള സ്ലാഗ് നമ്മൾ ഈ മോൾട്ടൺ മെറ്റലിന്റെ മേലെ സ്ലാഗ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ സ്ലാഗ് മോൾട്ടൺ മെറ്റലിനെ ഓക്സൈഡ്സ് ആയിട്ട് ഫോം ചെയ്യാണ്ട് ഒരു പ്രൊട്ടക്റ്റീവ് ലെയറിംഗ് ആയിട്ട് സ്ലാഗ് ഫോം ചെയ്ത് കിടക്കുന്നു. ഈ സ്ലാഗ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് അത് പൊതുവെ ബാലസ്റ്റ് റെയിൽ ലൈൻസിലുള്ള ബാലസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ ടാറുമായിട്ട് മിക്സ് ചെയ്യുന്നു, റോഡ് പണിയിൽ ടാറായിട്ട് മിക്സ് ചെയ്യുന്നു. സിമെന്റ് മാനുഫാക്ചറിലും ഈ സ്ലാഗ് ഉപയോഗിക്കാറുണ്ട്. സ്ലാഗിൽ കാൽസ്യം, അലുമിനിയം ആൻഡ് ഫെറസ് സിലിക്കേറ്റ്സ് ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ടാവും. അടുത്ത കാസ്റ്റ് അയൺ നമ്മൾ നോക്കാം. കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ കുപ്പോള ഫർണസിലായിരിക്കും കാസ്റ്റ് അയൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിഗ് അയൺ ആണ് ബാക്കി എല്ലാ ഫെറസ് മെറ്റൽസിലും പിഗ് അയൺ ആണ് നമ്മൾ റോ മെറ്റീരിയൽ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ പിഗ് അയൺ ആണ് കാസ്റ്റ് അയൺ. പിഗ് അയണിൽ നിന്നും പിഗ് അയൺ റീമെൽറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കാസ്റ്റ് അയൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കുപ്പോള ഫർണസിൽ ഇൻ ദ പ്രസൻസ് ഓഫ് ലൈം സ്റ്റോൺ ആൻഡ് കോക്ക്. അപ്പം കാസ്റ്റ് അയൺ ഈസ് ഒബ്റ്റൈൻഡ് ബൈ റീമെൽറ്റിംഗ് പിഗ് അയൺ വിത്ത് ലൈം സ്റ്റോൺ ആൻഡ് കോക്ക് ഇൻ എ കുപ്പോള ഫർണസ്. കാസ്റ്റ് അയണിൽ പൊതുവെ 2 to 4% കാർബൺ ആണുള്ളത്. പിഗ് അയണിൽ നമ്മൾ പറഞ്ഞു 2 to 5% കാർബൺ കണ്ടന്റ് ആണ് പിഗ് അയണിലുള്ളത്. കാസ്റ്റ് അയൺ ബ്രിട്ടിലാണ്. ഇപ്പോൾ കാസ്റ്റ് അയണിൽ ഇമ്പ്യൂരിറ്റീസ് ആയ സിലിക്കൺ, സൾഫർ, മാംഗനീസ്, ഫോസ്ഫറസ് ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ സിലിക്കൺ എന്ന് പറഞ്ഞാൽ സിലിക്കൺ ഫ്രീ ഗ്രാഫൈറ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. സാധാരണ രീതിയിൽ അത് 4% വരെ ഉണ്ടാകാം. ഇപ്പോൾ ഫ്രീ ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാസ്റ്റ് അയണിനെ സോഫ്റ്ററും ഈസിലി മെഷീനബിളും ആക്കി മാറ്റുന്നു. അപ്പോൾ സിലിക്കൺ
ഫ്രീ ഗ്രാഫൈറ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കാസ്റ്റ് അയണിൽ ഫ്രീ ഗ്രാഫൈറ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഫ്രീ ഗ്രാഫൈറ്റ് അയണിനെ സോഫ്റ്ററും ഈസിലി മെഷീനബിളും ആയിട്ട് മാറ്റുന്നു. സൾഫർ സാധാരണ 0.1% താഴെ അലോ ചെയ്യാറുള്ളൂ. സൾഫർ കാസ്റ്റ് അയണിനെ ഹാർഡും ബ്രിട്ടിലും ആക്കി മാറ്റുന്നു. പിന്നെ മാംഗനീസ് കാസ്റ്റ് അയണിനെ വൈറ്റും ഹാർഡും ആക്കി മാറ്റുന്നു. അത് സാധാരണ രീതിയിൽ 0.75%-ലും താഴെയായിരിക്കും മാംഗനീസ് കാസ്റ്റ് അയണിൽ ഉണ്ടാവുക. ഫോസ്ഫറസ് ഹെൽപ്സ് ഇൻ ഫ്യൂസിബിലിറ്റി ആൻഡ് ഫ്ലൂയിഡിറ്റി. അത് മോൾട്ടൺ കാസ്റ്റ് അയണിലുള്ള രണ്ട് പ്രോപ്പർട്ടീസ് ആണ്, ഫ്യൂസിബിലിറ്റി ആൻഡ് ഫ്ലൂയിഡിറ്റി. അപ്പം കാസ്റ്റ് അയണിന്റെ ഫ്യൂസിബിലിറ്റിയും ഫ്ലൂയിഡിറ്റിയും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോസ്ഫറസ് ഹെൽപ്പ് ചെയ്യുന്നു. അത് സാധാരണ രീതിയിൽ 1%-ൽ താഴെയായിരിക്കും കാസ്റ്റ് അയണിൽ അലോ ചെയ്തിട്ടുണ്ടാവുക. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാസ്റ്റ് അയൺ നമുക്ക് നോക്കാം. ഒന്നാമത്താണ് ഗ്രേ കാസ്റ്റ് അയൺ. ഈ ഗ്രേ കാസ്റ്റ് അയൺ നമ്മൾ ഒരു ഫ്രാക്ചേർഡ് സർഫസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ ഗ്രേ കളർ ആയിരിക്കും ഉണ്ടാവുക. ഗ്രേ കാസ്റ്റ് അയണിന്റെ വെളിയിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഗ്രേ കളർ ആയിരിക്കണം എന്നില്ല. പക്ഷെ ഒരു ഫ്രാക്ചേർഡ് സർഫസ് ആണെങ്കിൽ ആ അതിന്റെ കളർ ഗ്രേ കളർ ആയിരിക്കും ഗ്രേ കാസ്റ്റ് അയണിൽ ഉണ്ടാവുക. അപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മോൾട്ടൺ മെറ്റലിനെ, അത് കാസ്റ്റ് അയൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ റീമെൽറ്റിംഗ് ഓഫ് പിഗ് അയണിനെ റീമെൽറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കാസ്റ്റ് അയൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ മോൾട്ടൺ മെറ്റലിനെ സ്ലോലി സോൾഡിഫൈ ചെയ്തിട്ടാണ് ഗ്രേ കാസ്റ്റ് അയൺ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള കാർബൺ കണ്ടന്റ് 3 to 3.5% ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഫ്രീ കാർബൺ ആയിട്ടായിരിക്കും ഗ്രേ കാസ്റ്റ് അയണിൽ കാർബൺ കാണുന്നത്. അതായത് ഗ്രാഫൈറ്റ് ഫ്ലേക്സിന്റെ ഫോമിലായിട്ടായിരിക്കും ഗ്രേ കാസ്റ്റ് അയൺ ഉണ്ടാകുന്നത്. ഗ്രേ കാസ്റ്റ് അയണിൽ കാർബൺ കണ്ടന്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഫ്രീ ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ ഫ്രീ കാർബൺ മെഷീനബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഇതിന് പൊതുവേ ടെൻസൈൽ സ്ട്രെങ്ത്, കാസ്റ്റ് അയണിലെല്ലാം ടെൻസൈൽ സ്ട്രെങ്ത് കുറവാണ്, കംപ്രസീവ് സ്ട്രെങ്ത് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഗ്രേ കാസ്റ്റ് അയൺ ഈസ് ഓൾസോ ഹാവിംഗ് ലോ ടെൻസൈൽ സ്ട്രെങ്ത്, ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ആൻഡ് ഇറ്റ് ഈസ് ബ്രിട്ടിൽ. ഗ്രേ കാസ്റ്റ് അയൺ പൊതുവെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് FG എന്നാണ്, ഫ്രീ ഗ്രാഫൈറ്റ്, ഫോളോഡ് ബൈ എ നമ്പർ വിച്ച് ഷോസ് മിനിമം ടെൻസൈൽ സ്ട്രെങ്ത്. FG 150 എന്നാണെങ്കിൽ 150 MPa അല്ലെങ്കിൽ 150 Nm/mm² ആണ് ആ ഫ്രീ ഗ്രാഫൈറ്റ് ആണ്. അപ്പോൾ ആ ഗ്രേ കാസ്റ്റ് അയണിന്റെ ടെൻസൈൽ സ്ട്രെങ്ത്. ഈ വൈറ്റ് കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ റാപ്പിഡ് കൂളിംഗ് വഴിയാണ് വൈറ്റ് കാസ്റ്റ് അയൺ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഇതിനകത്തുള്ള കാർബൺ എല്ലാം സിമെന്റൈറ്റ് ആയിട്ടായിരിക്കും കാർബൺ ഉണ്ടാവുക. കാർബൺ ഇതിനകത്ത് സിമെന്റൈറ്റിന്റെ ഫോമിലായിരിക്കും ഉണ്ടാകുന്നത്. സിമെന്റൈറ്റ് എന്ന് പറഞ്ഞാൽ Fe3C. അപ്പോൾ കണ്ടെയ്ൻസ് കാർബൺ ഇൻ ദ ഫോം ഓഫ് സിമെന്റൈറ്റ് ഇൻ വൈറ്റ് കാസ്റ്റ് അയൺ. അപ്പോൾ സിമെന്റൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ മെറ്റീരിയൽ വളരെ ഹാർഡാണ്, വെരി ഹാർഡ്. അപ്പോൾ ഇതിന്റെ ഫ്രാക്ചർ സർഫസ് ഹാസ് എ സിൽവർ മെറ്റാലിക് അപ്പിയറൻസ് ആൻഡ് വൈറ്റ് കളർ ഈസ് ഡ്യൂ ടു സിമെന്റൈറ്റ്. ഇനി അടുത്ത കാസ്റ്റ് അയൺ ആണ് ചിൽഡ് കാസ്റ്റ് അയൺ. ചിൽഡ് കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ മോൾട്ടൺ അയണിനെ ചില്ല് ചെയ്ത്, അതായത് ക്വിക്ക് കൂളിംഗ് വഴിയിട്ട് വൈറ്റ് കാസ്റ്റ് അയണിനേക്കാളും സ്പീഡിൽ കൂൾ ചെയ്തിട്ടായിരിക്കും ചിൽഡ് കാസ്റ്റ് അയൺ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഔട്ടർ സർഫസ് വളരെ ഹാർഡായിരിക്കും, ഇന്നർ സർഫസ് സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ മോട്ടിൽഡ് കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം ഗ്രേ കാസ്റ്റ് അയണിനും വൈറ്റ് കാസ്റ്റ് അയണിനും ഇടയിലായിട്ടുള്ളൊരു പ്രോപ്പർട്ടീസ് ആയിരിക്കും മോട്ടിൽഡ് കാസ്റ്റ് അയണിൽ ഉണ്ടാകുന്നത്. മാലിബിൾ കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ കാസ്റ്റ് അയണിനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സ് വഴി അല്ലെങ്കിൽ വഴി ഉണ്ടാക്കുന്നതാണ്. വൈറ്റ് കാസ്റ്റ് അയണിനെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഹീറ്റ് ട്രീറ്റ്മെന്റ് വഴി ഉണ്ടാക്കുന്ന കാസ്റ്റ് അയൺ ആണ് മാലിബിൾ കാസ്റ്റ് അയൺ. പൊതുവെ അനീലിംഗ് പ്രോസസ്സ് ഉപയോഗിച്ചിട്ടാണ് മാലിബിൾ കാസ്റ്റ് അയൺ നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ മാലിബിലിറ്റി വളരെ ഹൈ ആണ് കമ്പയർഡ് ടു ഗ്രേ ആൻഡ് വൈറ്റ് കാസ്റ്റ് അയൺ. പൊതുവേ ലോ ആണ്, പക്ഷേ ഗ്രേ കാസ്റ്റ് അയണിനെ വൈറ്റ് കാസ്റ്റ് അയണിനെ അപേക്ഷിച്ച് മാലിബിലിറ്റി ഇതിന് കൂടുതലായിരിക്കും. ഈ മാലിബിൾ കാസ്റ്റ് അയൺ മാനുഫാക്ചറിങ് പ്രോസസ് ഓഫ് മാലിബിളൈസിങ് വെച്ചിട്ട് വൈറ്റ് ഹാർട്ട് കാസ്റ്റ് അയൺ എന്നും ബ്ലാക്ക് ഹാർട്ട് കാസ്റ്റ് അയൺ എന്നും പേളൈറ്റിക് കാസ്റ്റ് അയൺ എന്നും പറയുന്നു. അപ്പോൾ ഇതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് വൈറ്റ് ഹാർട്ട് ആണെങ്കിൽ WM വൈറ്റ് ഹാർട്ട് മാലിബിൾ കാസ്റ്റ് അയൺ എന്നും, BM ബ്ലാക്ക് ഹാർട്ട് മാലിബിൾ കാസ്റ്റ് അയൺ എന്നും, PM
ബയോളൈറ്റിക് മാലബിൾ കാസ്റ്റിംഗ് ആണെന്ന് പറയുന്നു. ഫോളോഡ് ബൈ എ നമ്പർ വിച്ച് ഡിനോട്ട്സ് മിനിമം ടെൻസൈൽ സ്ട്രെങ്ത് ഇൻ MPa. W എന്ന് പറഞ്ഞാൽ വൈറ്റ് ഹാർട്ട് മാലബിൾ കാസ്റ്റിംഗ് വിത്ത് 350 ന്യൂട്ടൺ പെർ mm², മിനിമം ടെൻസൈൽ സ്ട്രെങ്ത്. MPa എന്ന് പറഞ്ഞാലും ന്യൂട്ടൺ പെർ mm² എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഇനി അടുത്ത കാസ്റ്റൈൻ ആണ് നോഡുലാർ കാസ്റ്റൈൻ അല്ലെങ്കിൽ സ്പിറോയിഡൽ കാസ്റ്റൈൻ, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരാണ് ഡക്റ്റൈൽ കാസ്റ്റൈൻ അല്ലെങ്കിൽ ഹൈ സ്ട്രെങ്ത് കാസ്റ്റൈൻ. സ്പിറോയിഡൽ കാസ്റ്റൈൻ, നോഡുലാർ കാസ്റ്റൈൻ, ഡക്റ്റൈൽ കാസ്റ്റൈൻ. നമ്മളൊരു ക്വസ്റ്റ്യനിൽ ഡക്റ്റൈൽ കാസ്റ്റൈൻ കണ്ടെയ്ൻസ് ഗ്രാഫൈറ്റ്സ് ഇൻ ദ ഫോം ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പിറോയിഡൽ കാസ്റ്റൈൻ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ കണ്ടെയ്ൻ കാർബൺ ഇൻ ദ ഫോം ഓഫ് സ്പിറോയിഡൽ ഗ്രാഫൈറ്റ് നമുക്ക് പറയാം. പക്ഷേ ഡക്റ്റൈൽ കാസ്റ്റൈൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഡക്റ്റൈൽ കാസ്റ്റൈൻ്റെ മറ്റൊരു പേരാണ് സ്പിറോയിഡൽ കാസ്റ്റൈൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഡക്റ്റൈൽ കാസ്റ്റൈൻ കണ്ടെയ്ൻസ് കാർബൺ ഇൻ ദ ഫോം ഓഫ് സ്പിറോയിഡൽ ഗ്രാഫൈറ്റ്സ്. ഇത് സാധാരണ രീതിയിൽ മഗ്നീഷ്യം, സീറിയം, കാൽഷ്യം, ബിസ്മത്ത്, സിങ്ക്, കാഡ്മിയം, ടൈറ്റാനിയം, ബോറോൺ ഇവ ഏതെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ടാണ് സ്പിറോയിഡൽ കാസ്റ്റൈൻ അല്ലെങ്കിൽ ഡക്റ്റൈൽ കാസ്റ്റൈൻ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പൊതുവെ മഗ്നീഷ്യം കാസ്റ്റൈൻ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ഡക്റ്റൈൽ കാസ്റ്റൈൻ അല്ലെങ്കിൽ സ്പിറോയിഡൽ കാസ്റ്റൈൻ ഡെസിഗ്നേറ്റ് ചെയ്ത് എങ്ങനെയാണ് SG സ്പിറോയിഡൽ ഗ്രാഫൈറ്റ് കാസ്റ്റൈൻ വിത്ത് മിനിമം ടെൻസൈൽ സ്ട്രെങ്ത് 400 ആണെങ്കിൽ 400 ന്യൂട്ടൺ പെർ mm² ആൻഡ് ഓൾസോ പെർസെൻറ്റേജ് ഓഫ് ഇലോങ്ങേഷൻ. SG 400/15, SG ഫോളോഡ് ബൈ മിനിമം ടെൻസൈൽ സ്ട്രെങ്ത് ആൻഡ് പെർസെൻറ്റേജ് ഇലോങ്ങേഷൻ. അങ്ങനെയാണ് സ്പിറോയിഡൽ കാസ്റ്റൈനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. സ്പിറോയിഡൽ കാസ്റ്റൈൻ്റെ മറ്റൊരു പേരാണ് ഡക്റ്റൈൽ കാസ്റ്റൈൻ. ഇനി അലോയ് കാസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ കാസ്റ്റൈനിൽ അലോയിങ് എലമെന്റ്സ് ആയ നിക്കൽ, ക്രോമിയം, മോളിബ്ഡിനം, കോപ്പർ, വനേഡിയം ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാകുന്ന കാസ്റ്റൈൻ ആണ് അലോയ് കാസ്റ്റൈൻ. നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ഫെറസ് മെറ്റൽസ് നമ്മൾ പറഞ്ഞു, പിഗ് അയണും കാസ്റ്റ് അയണും. മറ്റൊരു അയണാണ് റോട്ടൈൻ. റോട്ടൈൻ എന്ന് പറഞ്ഞാൽ പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ ആണ് റോട്ടൈൻ. ഓൾമോസ്റ്റ് 99.9% അയൺ കണ്ടന്റ് വരെ ഉണ്ടാകാം. പൊതുവെ 99.5% എന്ന് പറയുന്നു, പക്ഷെ 99.9% അയൺ കണ്ടന്റ് ഉണ്ടാകാം. ആ ടൈപ്പ് ഓഫ് അയൺ ആണ് റോട്ടൈൻ എന്ന് പറയുന്നത്. ഇത് ടഫാണ്, ഡക്റ്റൈൽ ആണ് ആൻഡ് ഓൾസോ മാലബിൾ. മാത്രമല്ല ഇതിനെ ഈസിലി ഫോർജ് ചെയ്യാം, വെൽഡ് ചെയ്യാം, ഈസിലി മെഷീനബിളും ആണ്. അപ്പോൾ ഇത് റോട്ടൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് പ്രോസസ്സാണ് പഡിലിംഗ് പ്രോസസ്സ് ആൻഡ് ആസ്റ്റൺ ഓർ ബയേഴ്സ് പ്രോസസ്സ്. ഇത് രണ്ടും ഓർത്ത് വെച്ചേക്കുക. പഡിലിംഗ് പ്രോസസ്സ്, ആസ്റ്റൺ ഓർ ബയേഴ്സ് പ്രോസസ്സ്. ഇത് റോട്ടൈൻ പ്രൊഡ്യൂസ് ചെയ്യാൻ, മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ് പഡിലിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ആസ്റ്റൺ ഓർ ബയേഴ്സ് പ്രോസസ്സ്. ഇനി സ്റ്റീൽസും ഉണ്ട്, ഫെറസ് മെറ്റൽസിൽ സ്റ്റീൽസും ഉണ്ട്, നോൺ ഫെറസ് മെറ്റൽസ് നമുക്ക് പഠിക്കാനുണ്ട്. അത് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. ടെസ്റ്റിംഗ് ഓഫ് മെറ്റീരിയൽസ് നമുക്ക് നോക്കാം. അപ്പോൾ മൂന്ന് ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ഓഫ് മെറ്റീരിയൽ ഉണ്ട്. ഒന്ന് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്, ആ സ്പെസിമെൻ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ കഴിയില്ല. നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്, ആ സ്പെസിമെനിൽ ഡിസ്ട്രക്ഷൻസ് ഒന്നും കേടുപാടുകളൊന്നും ഉണ്ടാകുന്നില്ല. പ്രോസസ് ഇൻസ്പെക്ഷൻ ബാർ ടെസ്റ്റസ്. ഈ പ്രോസസ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഫൈനൽ ഇൻസ്പെക്ഷൻ ആണ് പ്രോസസ്സിംഗ് ഇൻസ്പെക്ഷൻ ബാർ ടെസ്റ്റ് എന്ന് പറയുക. എക്സാമ്പിൾ ചെക്കിംഗ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ, അതേപോലെ തന്നെ നമ്മൾ ഡയമെൻഷൻസ് എല്ലാം ചെക്ക് ചെയ്യുക. അതൊക്കെ പ്രോസസ് ഇൻസ്പെക്ഷനിൽ വിടുന്നതാണ്. ഒന്നാമതാണ് ടെൻസൈൽ ടെസ്റ്റ്. ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിൽ ഒന്നാമതാണ് ടെൻസൈൽ ടെസ്റ്റ്. ടെൻസൈൽ ടെസ്റ്റ് ചെയ്യുന്നത് ഒരു യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിലായിരിക്കും. അപ്പോൾ നമുക്കൊരു സ്പെസിമെൻ ഉണ്ടായിരിക്കും. ആ സ്പെസിമെൻ, ഇതാണ് ഒരു സ്പെസിമെൻ. ആ സ്പെസിമെനിൽ ഒരു ഗ്രിപ്പ് സർഫസ് ഉണ്ട്. മാത്രമല്ല ഒരു ഗേജ്, നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സെക്ഷനുണ്ട്. അപ്പോൾ ആ ടെസ്റ്റിൽ 2 പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ 2 പോയിന്റിന് അക്രോസ് ആയിട്ടായിരിക്കും നമ്മൾ ഗേജ് ലെങ്ത് നമ്മൾ എടുക്കുന്നത്. ആ സ്പെസിമെൻ നമ്മൾ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നു. എന്നിട്ട് ഒരു ടെൻസൈൽ ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നു. ഈ ഗേജ് ലെങ്ത്തിന് അക്രോസ് ആയിട്ടുള്ള എലോങ്ങേഷൻ നമ്മൾ മെഷർ ചെയ്യുന്നു. അപ്പോൾ എക്സ്റ്റൻസോ മീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എലോങ്ങേഷൻ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ടെൻസൈൽ പ്രോപ്പർട്ടീസ് ആയ ടെൻസൈൽ സ്ട്രെങ്ത്, yield പോയിന്റ്, പെർസെൻറ്റേജ് ഇലോങ്ങേഷൻ, പെർസെൻറ്റേജ് റിഡക്ഷൻ ആൻഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ഇതെല്ലാം ടെൻസൈൽ ടെസ്റ്റ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും.
ഇപ്പോൾ ഈൽഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ലിമിറ്റ് ആണ് ഈൽഡ് പോയിന്റ് എന്ന് പറയുന്നത്. ആ പോയിന്റ് വരെ നമ്മൾ ഫോഴ്സ് കൊടുത്തിട്ട് ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ പഴയ സ്റ്റേറ്റിലേക്ക് എത്തുന്നു. ആ പോയിന്റിനാണ് ഈൽഡ് പോയിന്റ് എന്ന് പറയുന്നത്. പെർസെൻറ്റേജ് എലോങ്ങേഷൻ നമുക്കറിയാം, ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്, പെർസെൻറ്റേജ് റിഡക്ഷൻ ഇൻ ഏരിയ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, സ്ട്രെസ് ബൈ സ്ട്രെയിനിന്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ലിമിറ്റ് വരെ ഉള്ള പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന പോയിന്റ് വരെ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ, പ്രൊപ്പോർഷണൽ ലിമിറ്റ് വരെയുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ സ്ട്രെസ്സും സ്ട്രെയിനും എടുക്കുകയാണെങ്കിൽ ആ സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിനിൻ്റെയും റേഷ്യോക്കാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ലോഡ് അറ്റ് ഈൽഡ് പോയിന്റ് ഡിവൈഡ് ബൈ ഒറിജിനൽ ഏരിയ. ഈൽഡ് പോയിന്റ് നമുക്കറിയാം, ഈൽഡ് പോയിന്റ് ഇൻഡിക്കേറ്റ്സ് ദ ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിക് ബിഹേവിയർ. അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ലോഡ് ഡിവൈഡ് ബൈ ഒറിജിനൽ ഏരിയ. അൾട്ടിമേറ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റാണ് അൾട്ടിമേറ്റ് ലോഡ് എന്ന് പറയുന്നത്. അൾട്ടിമേറ്റ് ലോഡ് ഡിവൈഡ് ബൈ ഒറിജിനൽ ഏരിയ ആണ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത്, ടെൻസൈൽ സ്ട്രെങ്ത്. സ്ട്രെസ് സ്ട്രെയിൻ കർവിലുള്ള ഏറ്റവും മാക്സിമം പോയിന്റിനാണ് അൾട്ടിമേറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. പെർസെൻറ്റേജ് എലോങ്ങേഷൻ, പെർസെൻറ്റേജ് റിഡക്ഷൻ ഇൻ ഏരിയ ഒക്കെ ഇതിനകത്ത് കണ്ടുപിടിക്കാൻ കഴിയും. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് അറ്റ് എനി പോയിന്റ് വിത്തിൻ എലാസ്റ്റിക് ലിമിറ്റ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ അറ്റ് ദാറ്റ് പോയിന്റ്. അതിനാണ് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ വെറുതെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റിഫ്നെസിന്റെ ഒരു മെഷറാണ്. മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ഇസ് ഏരിയ അണ്ടർ സ്ട്രെസ് സ്ട്രെയിൻ കർവ് അണ്ടിൽ ഈൽഡ് സ്ട്രെസ്. നമ്മൾ പറഞ്ഞായിരുന്നു മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ സ്ട്രെസ് സ്ട്രെയിൻ കർവ് അണ്ടിൽ ഈൽഡ് സ്ട്രെസ്. അതേപോലെ തന്നെ മോഡുലസ് ഓഫ് ടഫ്നെസ് എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ സ്ട്രെസ് സ്ട്രെയിൻ കർവ്, ടോട്ടൽ ഏരിയ അണ്ടർ സ്ട്രെസ് സ്ട്രെയിൻ കർവിനാണ് മോഡുലസ് ഓഫ് ടഫ്നെസ് എന്ന് പറയുന്നത്. ഈൽഡ് സ്ട്രെസ് വരെയുള്ള കർവിന് താഴെയുള്ള ഏരിയക്കാണ് മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്ന് പറയുന്നത്. ഇനി കംപ്രഷൻ ടെസ്റ്റിംഗ് നമ്മളൊരു യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിലാണ് ടെസ്റ്റ് നടത്തുന്നത്. അപ്പം ടെൻസൈൽ ടെസ്റ്റിങ്ങിൽ നെക്കിംഗ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ, അതായത് ക്രോസ് സെക്ഷൻ ഏരിയ കുറയുകയാണ് ചെയ്യുന്നതെങ്കിൽ, കംപ്രഷൻ ടെസ്റ്റിങ്ങിൽ ബക്ലിംഗ് ആണ് ഉണ്ടാകുന്നത്, ക്രോസ് സെക്ഷൻ ഏരിയ കൂടുതലായിരിക്കും ചെയ്യുന്നത്. ഒരു സ്റ്റീല് നമ്മൾ എടുക്കുകയാണെങ്കിൽ കംപ്രഷൻ ടെസ്റ്റിങ്ങിലും ടെൻഷൻ ടെസ്റ്റിങ്ങിലും നമുക്ക് ഒരേ കർവായിരിക്കും കിട്ടുന്നത്. കാസ്റ്റ് അയൺ ആണെങ്കിൽ എടുക്കുന്നെങ്കിൽ കംപ്രഷൻ ടെസ്റ്റിങ്ങിൽ മാക്സിമം അല്ലെങ്കിൽ അൾട്ടിമേറ്റ് കംപ്രസീവ് സ്ട്രെങ്ത് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്തിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ലോ ആയിരിക്കും. അതായത് ടെൻസൈൽ സ്ട്രെങ്ത്തിൽ നമുക്ക് ചെറിയ ഗ്രാഫാണ്, ഒരു ചെറിയ കർവായിരിക്കും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു കാസ്റ്റ് അയണിൽ. പക്ഷെ കംപ്രഷൻ ടെസ്റ്റിങ്ങിലാണെങ്കിൽ അതിൻ്റെ അൾട്ടിമേറ്റ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആയിരിക്കും കമ്പയർഡ് ടു അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. ഇനി ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പ്രിനൽ ഹാർഡ്നെസ് ടെസ്റ്റ്, റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റ്, വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റ്. ഇത് അങ്ങനെ തന്നെ പഠിച്ചു പോവുക. കാരണം അത് 3 ഉപയോഗിക്കുന്ന ഇൻഡൻറ്റേഴ്സ്, അതായത് അതിനകത്തൊരു ഇൻഡൻറ്റർ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഇംപ്രഷൻ നമ്മുടെ വർക്ക് പീസ് മെറ്റീരിയലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് ആ ഇംപ്രഷൻ മെഷർ ചെയ്തിട്ടാണ് ഹാർഡ്നെസ് ടെസ്റ്റിങ്ങിൽ നമ്മൾ ഹാർഡ്നെസ് കണ്ടുപിടിക്കുന്നത്. അപ്പം ആ ഇൻഡൻറ്റേഷൻസ്, ആ ഇൻഡൻറ്റർ ബ്രിണൽ ഹാർഡ്നെസ് ടെസ്റ്റിനും റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റിനും വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റിനും ആ ഇൻഡൻറ്റേഴ്സ് ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ബ്രിണൽ ഹാർഡ്നെസ് ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ഇൻഡൻറ്റർ ആണ് ഒരു ഹാർഡൻഡ് സ്റ്റീൽ ബോളാണ് ബ്രിണൽ ഹാർഡ്നെസ് ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ഇൻഡൻറ്റർ. ഇതെന്തായാലും ഓർത്ത് വെച്ചേക്കുക, ഇതിലേതെങ്കിലും ഓർമ്മ ചോദിക്കും. ബ്രിണൽ ഹാർഡ്നെസ് ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ഇൻഡൻറ്റർ ആണ് ഹാർഡൻഡ് സ്റ്റീൽ ബോൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാം. പൊതുവെ 10 ഡയമീറ്റർ ഉള്ള ഒരു ഹാർഡൻഡ് സ്റ്റീൽ ബോൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് മാത്രമല്ല, ഇതിനകത്ത് നമ്മൾ ഹാർഡൻഡ് സ്റ്റീൽ ബോൾ നമ്മൾ പോളിഷ് ചെയ്തിട്ടുള്ള ഫ്ലാറ്റ് സർഫസിൽ വർക്ക് പീസിൻ്റെ അല്ലെങ്കിൽ സാമ്പിളിൻ്റെ പോളിഷ് ചെയ്തിട്ടുള്ള ഫ്ലാറ്റ് സർഫസിൽ നമ്മൾ ഹാർഡ് ബോൾ നമ്മൾ കൊണ്ടുപോയി വെക്കുന്നു. എന്നിട്ടൊരു അതിനകത്തേക്ക് ഇംപ്രഷൻ ഒരു 500 to 3000 കിലോഗ്രാം ഉപയോഗിച്ചിട്ട് നമ്മളതിനെ ഒരു ഇൻഡൻറ്റേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഫ്ലാറ്റ് സർഫസിൽ ഇൻഡൻറ്റേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം ഹാർഡൻഡ് സ്റ്റീൽ ബോൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻഡൻറ്റേഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ റൗണ്ട് ഇൻഡൻറ്റേഷൻ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൗണ്ട് ഇൻഡൻറ്റേഷൻ നമ്മളൊരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യുന്നു. അപ്പം ഇതിനകത്ത് ബ്രിണൽ ഹാർഡ്നെസ് നമ്പർ, ഇൻഡൻറ്റേഷൻ ലോഡ് P
പി എന്ന് പറഞ്ഞാൽ ലോഡ് ഇൻ ടെസ്റ്റ് ലോഡ് ഡിവൈഡഡ് ബൈ പൈ ഡി ബൈ 2 ഇൻറ്റു ഡി മൈനസ് റൂട്ട് ഓഫ് ഡി സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. ഇതാണ് ബ്രിണൽ ഹാർഡ്നെസ് നമ്പറിനുള്ള ഇക്വേഷൻ. ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദി ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദി ബോൾ, സ്മോൾ ഡി എന്ന് പറഞ്ഞാൽ ഇംപ്രഷൻ്റെ ഡയമീറ്റർ. അപ്പം നമ്മളൊരു 2-3 ഇംപ്രഷൻസ് എടുത്തിട്ട് അതിൻ്റെ ആവറേജ് ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. ബ്രിണൽ ഹാർഡ്നെസ് നമ്പർ എന്ന് പറഞ്ഞാൽ ലോഡ് ഓൺ ബോൾ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ഇൻഡന്റേഷൻ ആണ്. അപ്പോൾ അത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ബ്രിണൽ ഹാർഡ്നെസ് നമ്പറിൻ്റെ ഈക്വേഷൻ കിട്ടുന്നത്. ലോഡ് ഡിവൈഡ് ബൈ പൈ ഡി ബൈ 2 ഇൻറ്റു ഡി മൈനസ് റൂട്ട് ഓഫ് ഡി സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. ഇനി അടുത്താണ് റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റ്. ഈ റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റിൽ ഒരു സ്റ്റീൽ ബോൾ ഇൻഡന്ററോ അല്ലെങ്കിൽ ഒരു ഡയമണ്ട് കോൺ പെനിട്രേറ്ററോ, പൊതുവെ ഡയമണ്ട് കോൺ പെനിട്രേറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഡയമണ്ട് കോൺ പെനിട്രേറ്ററോ ഉപയോഗിച്ചിട്ടാണ് റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റിൽ ഹാർഡ്നെസ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഈ റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റിൽ 2 സ്കെയിലുണ്ട്. സ്റ്റീൽ ബോൾ ഇൻഡന്റർ ഉപയോഗിച്ചിട്ടാണ് റോക്ക്വെൽ ഹാർഡ്നെസ് കണ്ടുപിടിക്കുന്നതിൽ അതിന് ബി സ്കെയിലിലെ റോക്ക്വെൽ ഹാർഡ്നെസ് എന്ന് പറയുന്നു. ഡയമണ്ട് കോൺ പെനിട്രേറ്റർ ഉപയോഗിച്ചാണെങ്കിൽ സി സ്കെയിലിലെ റോക്ക്വെൽ ഹാർഡ്നെസ് എന്ന് പറയുന്നു. പി എസ് സിക്ക് ചോദിക്കുന്നത് റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ഇൻഡന്റർ ഏതാണെന്നാണെങ്കിൽ ഡയമണ്ട് കോൺ പെനിട്രേറ്റർ ആയിരിക്കും ഉത്തരം. സ്റ്റീൽ ബോൾ ഇൻഡന്റർ ബ്രിണൽ ഹാർഡ്നെസ് ടെസ്റ്റിലാണ് ഉപയോഗിക്കുന്നത്. റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റിൽ ഡയമണ്ട് കോൺ പെനിട്രേറ്റർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇൻഡന്റേഷനും റൗണ്ട് ഇൻഡന്റേഷൻ തന്നെയാണ് റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റിൽ ഉണ്ടാക്കുന്ന ഇൻഡന്റേഷൻ. ഇപ്പോൾ ബ്രിണൽ ഹാർഡ്നെസ് ടെസ്റ്റ് നമ്മൾ പറഞ്ഞു, റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്താണ് വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റ്. ബ്രിണൽ ഹാർഡ്നെസ് ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ഇൻഡന്റ് സ്റ്റീൽ ബോൾ, റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ഇൻഡന്റ് എന്ന് പറഞ്ഞാൽ ഡയമണ്ട് കോൺ പെനിട്രേറ്റർ. ബ്രിണൽ ഹാർഡ്നെസ് ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ഇൻഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ പിരമിഡ് ആണ്. ഡയമണ്ട് സ്ക്വയർ പിരമിഡ് ആണ്, സ്ക്വയർ ബേസ്ഡ് ഡയമണ്ട് പിരമിഡ് ആണ് നമ്മൾ വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ഇൻഡന്റർ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ബ്രിണൽ ഹാർഡ്നെസ് ടെസ്റ്റിൽ ഉണ്ടാകുന്ന ഇൻഡന്റേഷൻ എന്ന് പറഞ്ഞാൽ റൗണ്ട് ആയിരിക്കും. റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റിൽ ഉണ്ടാകുന്ന ഇൻഡന്റേഷൻ എന്ന് പറഞ്ഞാൽ റൗണ്ട് ആയിരിക്കും. വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റിൽ ഉണ്ടാകുന്ന ഇൻഡന്റേഷൻ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഈ സ്ക്വയറിന്റെ ഡയഗണൽ നമ്മൾ മെഷർ ചെയ്യുന്നു. ഡയഗണലിനനുസരിച്ചാണ് വിക്കേഴ്സ് ഹാർഡ്നെസ് നമ്പർ നമ്മൾ പറയുന്നത്. വിക്കേഴ്സ് ഹാർഡ്നെസ് നമ്പറിന് മറ്റൊരു പേരാണ് ഡയമണ്ട് പിരമിഡ് ഹാർഡ്നെസ് നമ്പർ. അത് DPH 1.8544 P/d². മറ്റൊരു ടെസ്റ്റാണ് ഷോർ ഓർ റീബൗണ്ട് ഹാർഡ്നെസ് ടെസ്റ്റ്. അപ്പോൾ ഒരു ഷോർ ഓർ റീബൗണ്ട് ഹാർഡ്നെസ് ടെസ്റ്റിൽ ഷോർ ക്ലിയറോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു മെഷീനാണ് നമ്മൾ, ഒരു ടെസ്റ്റിംഗ് മെഷീനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ടെസ്റ്റിംഗ് എക്വിപ്മെൻ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഗ്ലാസ് ട്യൂബ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഏകദേശം ഒരു 250 mm ഹൈറ്റ് ആയിരിക്കും. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നും, അതായത് 250 mm ഹൈറ്റിൽ നിന്നും ഒരു സ്മോൾ പോയിന്റഡ് ഹാമർ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ഗ്ലാസ് ട്യൂബിൽ ഗ്രാജുവേഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. 250, 240, 140 നമ്പേഴ്സ് ഓഫ് ഈക്വൽ ഗ്രാജുവേഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഇതിനെ 250 mm ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്നു. എന്നിട്ടുണ്ടാകുന്ന റീബൗണ്ട് എത്രയാണെന്ന് നമ്മൾ മെഷർ ചെയ്യുന്നു. അപ്പോൾ ആ ഗ്രാജുവേഷൻസിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഷോർ വാല്യൂ അല്ലെങ്കിൽ ഷോർ വാല്യൂ ഈ ഷോർ ഓർ റീബൗണ്ട് ഹാർഡ്നെസ് ടെസ്റ്റിൽ ഹാർഡ്നെസ് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും. അതിനാണ് ഷോർ വാല്യൂ എന്നാണ് പറയുന്നത്. അപ്പം ഈ റീബൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഷോർ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ബ്രിണൽ ഹാർഡ്നെസ് നമ്പർ, സ്റ്റീൽസിലെ ബ്രിണൽ ഹാർഡ്നെസ് നമ്പറിനെ 6 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ഷോർ വാല്യൂ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്തും ബ്രിണൽ ഹാർഡ്നെസ് നമ്പറും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഈസ് ഈക്വൽ ടു 3.5 ടൈംസ്, ഏകദേശമാണ്, ഓൾമോസ്റ്റ് ഈക്വൽ ടു 3.5 ടൈംസ് ബ്രിണൽ ഹാർഡ്നെസ് നമ്പർ. ഇതൊന്ന് ഓർത്ത് വെച്ചോളാം.
ചിലപ്പോൾ നമുക്ക് ഒറിജിനൽ ഹാർഡ്നെസ് നമ്പർ എന്നിട്ട് നമുക്ക് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ചോദിച്ചിട്ടുണ്ടാവും. ടെൻസൈൽ സ്ട്രെങ്ത് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരിക്കും. ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാലും അൾട്ടിമേറ്റ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഒറിജിനൽ ഹാർഡ്നെസ് നമ്പർ എന്നിട്ട് ഒറിജിനൽ ഹാർഡ്നെസ് നമ്പർ ഈസിക്കൽ 3.5 അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഈസിക്കൽ 3.5 ടൈംസ് ഒറിജിനൽ ഹാർഡ്നെസ് നമ്പർ. ഇനി മറ്റൊരു ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ആണ് ഇമ്പാക്റ്റ് ടെസ്റ്റ്. ഇമ്പാക്റ്റ് ടെസ്റ്റിൽ 2 ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഉണ്ട്, ഐസോട്ട് ടെസ്റ്റും ചാർപി ടെസ്റ്റും. ഐസോട്ട് ടെസ്റ്റിൽ നമ്മുടെ വർക്ക് പീസ് ഐ പോലെ ആയിരിക്കും ഉണ്ടാവുക എന്നൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇതൊരു കാൻഡിലീവർ ആയിട്ടായിരിക്കും ഐസോട്ട് ടെസ്റ്റിൽ ഉണ്ടാകുന്നത്. ഐസോട്ട് ടെസ്റ്റിൽ നമ്മൾ നമ്മുടെ വർക്ക് പീസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, കാൻഡിലീവർ രീതിയിലായിരിക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ ഒരു നമ്മുടെ സ്പെസിമെനെ നമ്മൾ വെക്കുന്നു, എന്നിട്ടൊരു സിംഗിൾ ബ്ലോ ഉപയോഗിച്ചിട്ട് സ്പെസിമെനെ ബ്രേക്ക് ചെയ്യിക്കുന്നു. അപ്പോൾ ആ സിംഗിൾ ബ്ലോയിൽ സ്പെസിമെൻ ബ്രേക്ക് ചെയ്തപ്പോൾ ആ സ്പെസിമെൻ എന്തുമാത്രം എനർജി അബ്സോർബ് ചെയ്തത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആ എനർജി അബ്സോർബ്ഡ് ടഫ്നെസ് ഓഫ് ദി മെറ്റീരിയലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഐസോട്ട് ടെസ്റ്റിൽ നമ്മൾ പറഞ്ഞു ഒരു കാൻഡിലീവർ ആയിട്ടായിരിക്കും നമ്മുടെ സ്പെസിമെനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഒരു 10x10 mm സ്ക്വയർ സെക്ഷൻ ആയിരിക്കും ഈ സ്പെസിമെൻ. അതിൻ്റെ ലെങ്ത് ഏകദേശം ഒരു 75 mm ഉണ്ടായിരിക്കും. ഇതിനകത്ത് നമ്മളൊരു വി നോച്ച് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ വി നോച്ചിൻ്റെ ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ 2 mm ഡീപ്പിലുള്ള ഒരു വി നോച്ച് ആയിരിക്കും. എന്നിട്ടൊരു പെൻഡിലോ ഉപയോഗിച്ചിട്ട് സ്പെസിമെനെ ബ്രേക്ക് ചെയ്യിക്കുന്നു. ഇപ്പോൾ ഒരു പെൻഡിലും കൊടുക്കുന്നു. ഈ പെൻഡിലോ ഉപയോഗിച്ചിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്യിക്കുന്നു. ഈ പെൻഡിലോ ഇനിഷ്യലി ഒരു ഹൈറ്റ് ഉണ്ടായിരിക്കും. എന്നിട്ട് ഈ പെൻഡിലത്തിൻ്റെ ഫൈനൽ ഹൈറ്റ്, അതായത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പോകുന്ന ഹൈറ്റും കൂടെ നമ്മൾ മെഷർ ചെയ്യുന്നു. ആ ഡിഫറൻസ് ഇൻ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയലിൻ്റെ ടഫ്നെസ്സിൻ്റെ മെഷർ ആയിരിക്കും. ചാർപി ടെസ്റ്റിൽ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടായിരിക്കും നമ്മൾ സ്പെസിമെൻ എക്യുപ്മെൻറ്റിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. അതിനകത്തൊരു യു നോച്ചായിരിക്കും നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെയും ക്രോസ് സെക്ഷൻ 10x10 mm ആണ്. പക്ഷേ ഇതിൻ്റെ ലെങ്ത് ഒരു 55 mm ലെങ്ത് ആയിരിക്കും ചാർപി ടെസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്പെസിമെനിൻ്റെ ലെങ്ത്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. നമ്മൾ ഇനിഷ്യലി ഹാമർ സ്റ്റാർട്ടിങ് പൊസിഷനിൽ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നു. അതേപോലെ തന്നെ ഹാമറിനെ നമ്മൾ റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഇത് സ്പെസിമെനിൽ പോയി ഹിറ്റ് ചെയ്ത് സ്പെസിമെൻ ബ്രേക്ക് ചെയ്ത് എന്നിട്ട് നമ്മൾ വീണ്ടും അത് സിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ സിങ്ക് ചെയ്ത് അതിൻ്റെ ഫൈനൽ ഹൈറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നു. ആ ഹൈറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടഫ്നെസ്സിൻ്റെ ഒരു മെഷറായിരിക്കും. അപ്പോൾ ഇനിഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ, അപ്പോൾ എനർജി അബ്സോർബാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനിഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഇതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അപ്പം ഇതിൻ്റെ വെയിറ്റിൻ്റെ W/H ചെയ്യുമ്പോൾ നമുക്ക് ഇനിഷ്യൽ എനർജി കിട്ടുന്നു. ഫൈനൽ എനർജി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫൈനൽ ഹൈറ്റ് നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ W/H' ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ എനർജി കിട്ടുന്നു. അപ്പോൾ നമ്മൾ ഈ ആംഗിൾ നമ്മൾ എ എന്ന് പറഞ്ഞ ആംഗിളായിട്ടും ഈ ആംഗിൾ നമ്മൾ ബി എന്ന് പറഞ്ഞ ആംഗിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഇനിഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ WR/1 - cos A എന്നും കിട്ടും. ഫൈനൽ എനർജി എന്ന് പറഞ്ഞാൽ WR/1 - cos B എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എനർജി അബ്സോർബ്ഡ് വൈൽ ബ്രേക്കിംഗ് ദ മെറ്റീരിയൽ നമുക്ക് കിട്ടും. അതെന്ന് പറഞ്ഞാൽ ടഫ്നെസ്സിൻ്റെ ഒരു മെഷറാണ്. ഇനി മറ്റൊരു ടെസ്റ്റാണ് ടോർഷൻ ടെസ്റ്റ്. ടോർഷൻ ടെസ്റ്റ് മോഡുലസ് ഓഫ് റിജിഡിറ്റി, ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, മാക്സിമം ടോർക്ക്, മോഡുലസ് ഓഫ് റപ്ചർ, ടോട്ടൽ ട്വിസ്റ്റ് ടു ഫ്രാക്ചർ, ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ടോർഷൻ ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ടോർഷൻ ടെസ്റ്റിൽ നമ്മളൊരു സ്റ്റേഷനറി ആയിട്ട് ഒരു സപ്പോർട്ടിങ് ഡിവൈസ് ഉണ്ടായിരിക്കും. പിന്നെ വേറൊരു ഹോൾഡിംഗ് ഡിവൈസ് ഉണ്ടായിരിക്കും. ആ ഹോൾഡിംഗ് ഡിവൈസിൽ നമ്മൾ മോട്ടർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിനകത്തൊരു ട്വിസ്റ്റിംഗ് ഈ മെറ്റീരിയൽ നമ്മുടെ സ്പെസിമെനിൽ
ട്വിസ്റ്റ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മോഡുലസ് ഓഫ് റിജിഡിറ്റി, റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ ആണ് മോഡുലസ് ഓഫ് റിജിഡിറ്റി കണ്ടുപിടിക്കാം. ഇനി ഇതിനെ ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഇവിടെ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി പോയിന്റ് കിട്ടും. അതായത് സ്ട്രെസ്സും സ്ട്രെയിനും കൂടെ ആ സ്ട്രെയിറ്റ് ലൈൻ എൻഡ് ചെയ്യുന്ന പോയിന്റിനാണ് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇവിടെ നമുക്ക് ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി കിട്ടും. മാക്സിമം ടോർക്ക് നമുക്ക് കണ്ടുപിടിക്കാം. മോഡുലസ് ഓഫ് റപ്ചർ എന്ന് പറഞ്ഞാൽ പോയിന്റ് അറ്റ് വെച്ച് നോമിനൽ സർഫസ് സ്ട്രെസ് ഒക്കേഴ്സ്, അതിനാണ് മോഡുലസ് ഓഫ് റപ്ചർ എന്ന് പറയുക. ടോട്ടൽ ട്വിസ്റ്റ് ഫ്രാക്ചർ, അതായത് ഫ്രാക്ചർ സംഭവിക്കുന്നതിന് മുമ്പായിട്ട് എത്ര ട്വിസ്റ്റ് ഈ സ്പെസിമെനിൽ ഉണ്ടായിട്ടുള്ളതും കൂടി നമുക്ക് മെഷർ ചെയ്യാം. മറ്റൊരു ടെസ്റ്റാണ് ഫറ്റീഗ് ടെസ്റ്റ്. ഇപ്പോൾ ഫറ്റീഗ് നമ്മൾ പറഞ്ഞു, റിപ്പീറ്റഡ് ആയിട്ടുള്ളതോ സൈക്ലിക് ആയിട്ടുള്ളതോ റിവേഴ്സിങ് ആയിട്ടുള്ളതോ ലോഡ്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സ്റ്റാറ്റിക് ലോഡിൽ ഫെയിൽ ചെയ്യുന്നതിനേക്കാളും വളരെ താഴ്ന്ന ഒരു ലോഡിൽ ഫെയിലിയർ നടക്കും. ആ ടൈപ്പ് ഓഫ് ഫെയിലിയറിനാണ് ഫറ്റീഗ് ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പം ഏത് ലോഡിലാണ് ഇപ്പോൾ ഫറ്റീഗ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്, നമുക്കൊരു സ്പെസിമെൻ ഉണ്ടായിരിക്കും. ആ സ്പെസിമെൻ ഒരു ചക്കിലും രണ്ട് ബിയറിങ്ങിന് ഇടയിലായിട്ടായിരിക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഒരു ചക്കിലും ഒരു ബിയറിങ്ങിന് ഇടയിലായിട്ടായിരിക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ ചക്ക് ഒരു മോട്ടറിലേക്കായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ ചക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇവിടെ ഈ ബിയറിങ്, ഈ സ്പെസിമെൻ മൊത്തത്തിലായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ഈ ബിയറിങ്ങിൽ നമ്മളൊരു ലോഡ്, താഴേക്ക് ഒരു ലോഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനിഷ്യലി ഈ സ്പെസിമെനിൽ സെൻട്രൽ ലൈനിന് മേലേക്ക്, അല്ലെങ്കിൽ ഇതൊരു ന്യൂട്രൽ ലൈനാണ്, ന്യൂട്രൽ ലൈനിന് മേലേക്ക് ടെൻഷനും ഇനിഷ്യലി നമ്മളിങ്ങനെ ലോഡ് കൊടുക്കുമ്പോൾ ഇതൊരു ബെൻഡിങ് ലോഡായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ മേലെ ടെൻഷനും ഇതിന് താഴെ കംപ്രഷനും ആയിരിക്കും ഉണ്ടാകുന്നത്. ഈ സ്പെസിമെനെ ഒരു ഹാഫ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ കംപ്രഷനിൽ ഉണ്ടായിരുന്ന ഫൈബേഴ്സ് എല്ലാം ടെൻഷനിലേക്കായിട്ട് മാറും, ടെൻഷനിലുണ്ടായിരുന്ന ഫൈബേഴ്സ് എല്ലാം കംപ്രഷനിലേക്കായിട്ട് മാറും. അപ്പോൾ ഇതൊരു സൈക്ലിക് റിവേഴ്സൽ ഓഫ് ലോഡിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആണെങ്കിൽ, അല്ല ഹാർഡ് മെറ്റീരിയൽ ആണെങ്കിൽ 5 lakh സൈക്കിൾസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആണെങ്കിൽ 50 lakhs സൈക്കിൾസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും എൻട്രൻസ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ കാസ്റ്റ് സ്റ്റീലിലാണെങ്കിൽ 1 crore സൈക്കിൾസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ മറ്റ് നോൺ ഫെറസ് മെറ്റീരിയൽസിലാണെങ്കിൽ ഏകദേശം 1 lakh to 50 lakhs സൈക്കിൾസ് ആയിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇതിന് മുകളിലേക്ക് ഈ സൈക്കിൾസിലൊന്നും ഇത് ഫെയിലിയർ ആയില്ലെങ്കിൽ, ഒരു ലോഡ് നമ്മൾ കൊടുത്തു, അപ്പോൾ നമ്മൾ ആ ബിയറിങ്ങിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ലോഡ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഇത്രയും സൈക്കിൾസ് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ എത്ര സൈക്കിളിലാണ് ഫെയിൽ ചെയ്യുന്നത് നമ്മൾ മെഷർ ചെയ്യുന്നു. ആ മെഷർമെൻറ്റിനനുസരിച്ച് നമ്മൾ ഒരു കർവ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. അപ്പം ഹാർഡ് സ്റ്റീൽസിൽ 5 lakh സൈക്കിൾസിലും അത് ഫെയിലായി, ഒരു ലോഡ് കൊടുത്തു, ആ ലോഡിൽ 5 lakh സൈക്കിൾസിലും ഫെയിലായില്ലെങ്കിൽ ആ ലോഡിൽ ആ മെറ്റീരിയൽ ആ ലോഡിൽ എത്ര വളരെ ലാർജ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൈക്കിൾസിൽ അത് ആ ലോഡിൽ വർക്ക് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ വിത്തൗട്ട് ഫെയിലിയർ ആ ലോഡിൽ ഫറ്റീഗ് ഫെയിലിയർ ഉണ്ടാവില്ല എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അതൊരു സ്ട്രെസ് വേഴ്സസ് നമ്പർ ഓഫ് സൈക്കിൾസ് കർവാണ്. നമ്മളൊരു പർട്ടിക്കുലർ ലോഡ് കൊടുക്കുന്നു, ആ പർട്ടിക്കുലർ ലോഡിൽ നമ്മൾ നമ്പർ ഓഫ് സൈക്കിൾസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ആദ്യം സൈക്കിൾ ഒരു 10,000 സൈക്കിളിലാണ് ആ പർട്ടിക്കുലർ ലോഡിൽ ഫെയിൽ ചെയ്തെങ്കിൽ നമ്പർ ഓഫ് സൈക്കിൾസ് 10,000 ആ പർട്ടിക്കുലർ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ മറ്റൊരു സ്ട്രെസ് നമ്മൾ കൊടുക്കുന്നു, മറ്റൊരു ലോഡ് നമ്മൾ കൊടുക്കുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് സൈക്കിൾസ് എത്രയാണെന്ന് വെച്ചാൽ അതിൽ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നു. അങ്ങനെ എല്ലാ ലൈൻസും കൂടെ പ്ലോട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ലൈനാണ് SN കർവ്. അപ്പോൾ SN കർവിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ലോഡിന് താഴേക്ക്, ഒരു പർട്ടിക്കുലർ ലോഡിന് താഴേക്ക് എത്ര നമ്പർ ഓഫ് സൈക്കിൾസ് കൊടുത്താലും അത് ഫെയിൽ ചെയ്യാത്തതായിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ അത് ആ ഒരു പർട്ടിക്കുലർ ലോഡിന് താഴെ അതൊരിക്കലും ഫെയിൽ ആവാത്തതായിട്ട് നമുക്ക് കാണാം. ആ ലിമിറ്റാണ് ഫറ്റീഗ് ലിമിറ്റ് എന്ന് പറയുന്നത്.
ഇനി അടുത്ത ടെസ്റ്റാണ് ക്രീപ്പ് ടെസ്റ്റ്. ക്രീപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രീപ്പ് നമ്മൾ പറഞ്ഞ എലിവേറ്റഡ് ടെമ്പറേച്ചേഴ്സിൽ ഉണ്ടാകുന്ന ഡീഫർമേഷൻ ആണ് ക്രീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഒരു മെറ്റീരിയൽ എടുക്കുന്നു, അതിന് രണ്ടറ്റത്ത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് പിന്നെ അതിനൊരു ഹീറ്റിംഗ് എലമെൻറ്റിന് ഒരു ഹൈ ടെമ്പറേച്ചർ എൻവയോൺമെൻറ്റിൽ നമ്മൾ ആ മെറ്റീരിയലിനെ ആ സ്റ്റഡി ആ ലോഡ് അപ്ലൈ ചെയ്തിരിക്കുന്ന ആ മെറ്റീരിയലിനെ നമ്മളൊരു ഹൈ ടെമ്പറേച്ചർ എൻവയോൺമെൻറ്റിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് ടൈമിനനുസരിച്ച് ഇതിനുണ്ടാകുന്ന ഡീഫർമേഷൻ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന കർവാണ് ക്രീപ്പ് കർവ്. സ്ട്രെയിൻ വേഴ്സസ് ടൈം കർവിനാണ് ക്രീപ്പ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു 3 സോൺസ് ഉണ്ട്: പ്രൈമറി കർവ്, സ്റ്റഡി സ്റ്റേറ്റ് കർവ് അല്ലെങ്കിൽ സെക്കൻഡറി കർവ്, ക്രീപ്പ് കർവ്. പ്രൈമറി ക്രീപ്പ്, സ്റ്റഡി സ്റ്റേറ്റ് ക്രീപ്പ്, ടെർഷ്യറി ക്രീപ്പ്. അങ്ങനെ ക്രീപ്പിന് 3 സോൺസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. പ്രൈമറി ക്രീപ്പിൽ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് സ്ട്രെയിൻ കുറവാണ്, അതായത് ഈ കർവിൻ്റെ സ്ലോപ്പ് നെഗറ്റീവാണ്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് സ്ട്രെയിൻ കുറവാണ്. സ്റ്റഡി സ്റ്റേറ്റ് ക്രീപ്പിൽ ഒരു കോൺസ്റ്റന്റ് റേറ്റ് ഓഫ് ഇൻക്രീസ് ഒരു കോൺസ്റ്റന്റ് ആണ്, അതായത് സ്ട്രെയിൻ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്, പക്ഷേ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് സ്ട്രെയിൻ കോൺസ്റ്റന്റ് ആണ്. ഈ ടെർഷ്യറി ക്രീപ്പിൽ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് സ്ട്രെയിൻ വളരെ കൂടുതലാണ്, അതായത് വളരെ ഹൈ ആണ്. ആൻഡ് ഫൈനലി ഫെയിലിയർ ഒക്കേഴ്സ്. ഇപ്പോൾ ടെമ്പറേച്ചറും സ്ട്രെസ്സും കൂടുന്നതിനനുസരിച്ച് ക്രീപ്പ് കർവിൻ്റെ ഫെയിലിയർ വളരെ വേഗം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇനി നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ഉണ്ട്, അത് മറ്റ് ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. ഒരു ക്രിസ്റ്റലോഗ്രാഫി എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽസിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ്, അതിനെപ്പറ്റിയൊക്കെയുള്ള സ്റ്റഡിക്കാണ് ക്രിസ്റ്റലോഗ്രാഫി എന്ന് പറയുന്നത്. ക്രിസ്റ്റലൈൻ അതായത് സോളിഡ്സിനെ നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നും അമോർഫസ് സോളിഡ്സ് എന്നും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ആറ്റംസ് ഒരു റെഗുലർ അറേഞ്ച്മെൻറ്റിലായിരിക്കും ആറ്റംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതിനകത്ത് ലോയിഡ്സ് ഒക്കെ വളരെ കുറവായിരിക്കും. ഇങ്ങനെ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റിലായിരിക്കും ക്രിസ്റ്റലൈൻ. ഇവിടെ ലോയിഡ്സ് ഒക്കെ വളരെ കുറവാണ്. റെഗുലർ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റിലാണെങ്കിൽ അതിന് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് അമോർഫസ് സോളിഡ്സിന് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് സ്ട്രെങ്ത് വളരെ കൂടുതലാണ്, കാരണം വോയിഡ് സ്പേസ് വളരെ കുറവാണ്. ക്രിസ്റ്റലൈൻ മെറ്റാലിക്കും നോൺ മെറ്റാലിക്, പൊതുവെ മെറ്റാലിക് ക്രിസ്റ്റൽസ് എല്ലാം, മെറ്റാലിക് എലമെന്റ്സ് എല്ലാം ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് മെറ്റാലിക്കും ഉണ്ട്, നോൺ മെറ്റാലിക്കും ഉണ്ട്. ഇത് അനൈസോട്രോപിക് ഇൻ നേച്ചറാണ്, അതായത് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഡയറക്ഷൻ ഡിപ്പെൻഡൻ്റ് ആണ്. 3 ഡയറക്ഷൻ ഒരു പ്രോപ്പർട്ടി എടുത്ത് പല ഡയറക്ഷൻസിൽ നമ്മൾ എടുത്താൽ നമുക്ക് ആ പ്രോപ്പർട്ടിക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് നമുക്ക് കിട്ടും. ഇപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സ് അനൈസോട്രോപിക് ഇൻ നേച്ചറാണ്. അമോർഫസ് സോളിഡ്സ് ഐസോട്രോപിക് ഇൻ നേച്ചറാണ്. മാത്രമല്ല ഇവിടെ അറേഞ്ച്മെൻറ്റ്സ് റെഗുലർ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. വോയിഡ് സ്പേസ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. ആറ്റംസിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇറഗുലർ അറേഞ്ച്മെൻ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. എക്സാമ്പിൾ ആണ് ഗ്ലാസ്, റബ്ബർ, സിലിക്ക, പോളിമേഴ്സ് എക്സെട്ര. പിന്നെ സ്പേസ് ലാറ്റിസ്. ഒരു ആറ്റംസിനെ ഒരു സ്പേസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ പാറ്റേണിലായിരിക്കും. ആ പാറ്റേണിനാണ് സ്പേസ് ലാറ്റിസ് എന്ന് പറയുന്നത്. ഒരു 3 ഡയമെൻഷനിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ സ്ട്രക്ചറിനെ, ഒരു ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ സ്ട്രക്ചറിനെ ലാറ്റിസ് സ്ട്രക്ചർ എന്ന് പറയുന്നു. എന്നിട്ട് ഈ ലാറ്റിസ് സ്ട്രക്ചറിൽ അപ്പം ആറ്റംസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. ഇത് 2 ഡയമെൻഷനിലാണ്. 3 ഡയമെൻഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയും കൂടെ അറേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ആറ്റംസിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ 3D സ്പേസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിന് ലാറ്റിസ് സ്ട്രക്ചർ എന്ന് പറയുന്നു. ഇപ്പോൾ ഈ ആറ്റംസിൻ്റെ ഓരോ പോയിന്റ്സിനും ലാറ്റിസ് പോയിന്റ്സ്, അതായത് ആറ്റംസ് പൊസിഷൻ ചെയ്തിരിക്കുന്ന ഓരോ പോയിന്റ്സിന് ലാറ്റിസ് പോയിന്റ്സ് എന്ന് പറയുന്നു. ഇപ്പോൾ ഒരു യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ എടുക്കാൻ പറ്റുന്ന ഈ ആറ്റംസ് എല്ലാം കൂടെ അറേഞ്ച് ചെയ്യുന്നത് വെച്ച് ഒരു ഡെഫിനിറ്റ് ഓർഡർ ഉണ്ടായിരിക്കും. സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് സ്ട്രക്ചർ ഹാവിങ് ഫുൾ സിമെട്രി ഓഫ് സ്പേസ് ലാറ്റിസ്, ഇതിനാണ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. അതായത് ഒരു ക്രിസ്റ്റലിൻ്റെ ഒരു ബിൽഡിംഗ് ബ്ലോക്കിനാണ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ആ യൂണിറ്റ് സെല്ലിനെ നമ്മൾ 3 ഡയമെൻഷനിൽ
നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ക്രിസ്റ്റൽ ഫുള്ളായിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ എല്ലാ സെയിം പ്രോപ്പർട്ടീസ് ഉള്ള ആ ഒരു ക്രിസ്റ്റൽ നമുക്ക് കിട്ടും. ആ ക്രിസ്റ്റലിനാണ്, അതായത് യൂണിസെൽ ഈസ് ദ സ്മോളസ്റ്റ് സ്ട്രക്ചർ ഓഫ് എ ക്രിസ്റ്റൽ വിച്ച് ഹാവ് സെയിം പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് ക്രിസ്റ്റൽ. അതിനാണ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് സെല്ല് നമ്മൾ 6 പാരാമീറ്റേഴ്സ് ഉണ്ട്. യൂണിറ്റ് സെല്ലിൽ 3 ഡയറക്ഷൻ നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞാൽ 3 ഡയറക്ഷൻസ് എടുക്കുകയാണെങ്കിൽ ആ 3 ഡയറക്ഷൻസിലും അതിനുണ്ടാകുന്ന ആ യൂണിറ്റ് സെല്ലിൻ്റെ എഡ്ജിൻ്റെ ലെങ്ത് എ ബി സി എന്ന് നമുക്ക് എടുക്കാം. ആ 3 എഡ്ജസുകൾ തമ്മിലുള്ള ആക്സിയലുകളെ ആ 3 എഡ്ജസ് തമ്മിലുള്ള ആംഗിളുകളെ ഇന്റർ ആക്സിയൽ ആംഗിളുകൾ എന്ന് പറയും. അതിന് നമ്മൾ ആൽഫ ബീറ്റ ഗാമ എന്ന് പറയാം. അപ്പോൾ ഈ എ ബി സി ആൽഫ ബീറ്റ ഗാമ ഇതിനാണ് ലാറ്റിസ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു യൂണിറ്റ് സെല്ല് എടുക്കുക, ആ യൂണിറ്റ് സെല്ല് ഒരു എക്സ് വൈ ഇസഡ് പ്ലെയിനിലാണ് ആ യൂണിറ്റ് സെല്ല് ഇരിക്കുന്നതെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ എക്സ് ഡയറക്ഷനിൽ വൈ ഡയറക്ഷനിൽ ഇസഡ് ഡയറക്ഷനിൽ ഉള്ള ആ യൂണിറ്റ് സെല്ലിൻ്റെ എഡ്ജ് ലെങ്സിന് നമ്മൾ 3 ലാറ്റിസ് പാരാമീറ്റേഴ്സ് ആയിട്ട് എടുക്കുന്നു. അതേപോലെ തന്നെ 3 ഇന്റർ ആക്സിയൽ ആംഗിൾസിന് ആൽഫ ബീറ്റ ഗാമ, അതായത് ഈ യൂണിറ്റ് സെല്ലിലെ 3 എഡ്ജസുകൾ തമ്മിലുള്ള ആംഗിളുകളെ ആൽഫ ബീറ്റ ഗാമ ആയിട്ട് എടുക്കുന്നു. ആ ആൽഫ ബീറ്റ ഗാമയും 3 ലാറ്റിസ് പാരാമീറ്റേഴ്സ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിന് 6 ലാറ്റിസ് പാരാമീറ്റേഴ്സ് ആണുള്ളത്. 3 എഡ്ജ് ലെങ്സും 3 ഇന്റർ ആക്സിയൽ ആംഗിൾസും, അങ്ങനെ 6 ലാറ്റിസ് പാരാമീറ്റേഴ്സ് ആണ് ഒരു യൂണിറ്റ് സെല്ലിലുള്ളത്. ക്രിസ്റ്റൽ സിസ്റ്റം, അത് നമ്മൾ പല രീതിയിലുള്ള യൂണിറ്റ് സെല്ലുകൾ ഉണ്ടായിരിക്കും. ആ യൂണിറ്റ് സെല്ലുകളുടെ എല്ലാം ഒരു സിസ്റ്റത്തിനാണ് ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. ക്രിസ്റ്റൽ സിസ്റ്റം ഇസ് എ സ്കീം വിച്ച് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടേംസ് ഓഫ് റിലേഷൻ ബിറ്റ്വീൻ ലാറ്റിസ് പാരാമീറ്റേഴ്സ്. ആ ലാറ്റിസ് പാരാമീറ്റേഴ്സിന്റെ റിലേഷൻ അനുസരിച്ച് ക്രിസ്റ്റലിനെ പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ആ ക്ലാസിഫിക്കേഷനാണ് ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഒരു ബ്രാവേഴ്സ് എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് 14 ക്രിസ്റ്റൽ അറേഞ്ച്മെന്റ്സ് ഉള്ളതായിട്ട് പറയുന്നു. ആ അറേഞ്ച്മെന്റ്സ് ആണ് ഇതെല്ലാം. ഒന്നാമത് ട്രൈക്ലിനിക്കിൽ സിമ്പിൾ ട്രൈക്ലിനിക് അറേഞ്ച്മെന്റ് ഉണ്ട്. മോണോക്ലിനിക്കിൽ 2 അറേഞ്ച്മെന്റ് ഉണ്ട്. ഓർത്തോറോംബിക്കിൽ 4 അറേഞ്ച്മെന്റ് ഉണ്ട്. അങ്ങനെ ബ്രാവിഷസ് 14 അറേഞ്ച്മെന്റ്സ് ഓഫ് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് ഉള്ളതായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനകത്തുള്ളതിൽ ബേസിക് ആയിട്ടുള്ള ക്രിസ്റ്റൽ സിസ്റ്റംസ് ആണ്. ബേസിക് ആയിട്ടുള്ള 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് ഉണ്ട്. ഒന്നാമതാണ് ക്യൂബിക്കിൽ ഇവിടെ എ ഇസിക്കൽ ബി ഇസിക്കൽ സി എന്ന് പറയാം. അതായത് 3 എഡ്ജ് ലെങ്ത്തും സെയിം ആണ്. അതേപോലെ തന്നെ ഇതിന് ഇന്റർ ആക്സിയൽ ആംഗിൾസ് 3 90 ഡിഗ്രി തന്നെയാണ്. അങ്ങനെയാണ് നമ്മളൊരു ക്യൂബിക് സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു ടെട്രാഗണൽ ഉണ്ട്. അതിൻ്റെ ഒരു ഫേസ് സ്ക്വയർ ആയിരിക്കും, ബാക്കി എല്ലാ 2 ഫേസ് സ്ക്വയർ ആയിരിക്കും, ബാക്കി 4 ഫേസുകളും റെക്റ്റാങ്കിൾ ആയിരിക്കും. ആ ടൈപ്പ് ഓഫ് സ്ട്രക്ചറിനെ ടെട്രാഗണൽ സ്ട്രക്ചർ എന്ന് പറയുന്നു. അതിൻ്റെ എല്ലാ ആംഗിളുകളും അതിൻ്റെ ഇന്റർ ആക്സിയൽ ആംഗിൾസ് എല്ലാം 90 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ ഹെക്സാഗണൽ സ്ട്രക്ചർ ഉണ്ട്, ഓർത്തോറോംബിക് സ്ട്രക്ചർ ഉണ്ട്, റോംബോഹെഡ്രൽ സ്ട്രക്ചർ ഉണ്ട്, മോണോക്ലിനിക് സ്ട്രക്ചർ ഉണ്ട്, ട്രൈക്ലിനിക് സ്ട്രക്ചർ ഉണ്ട്. ഇവയിൽ നമ്മൾ ക്യൂബിക് സ്ട്രക്ചറും ഹെക്സാഗണൽ സ്ട്രക്ചറുമാണ് നമ്മൾ നോക്കുന്നത്. ഇനി സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ എടുക്കുക. അപ്പോൾ ഇതൊരു സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറാണ്. ഈ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിൽ 8 കോർണേഴ്സിലും 8 ആറ്റംസ് പൊസിഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിന് 8 നമ്പർ ഓഫ് ലാറ്റിസ് പോയിന്റ്സ് ഉണ്ട്. കാരണം 8 അടുത്ത് ആറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതിന് 8 നമ്പർ ഓഫ് ലാറ്റിസ് പോയിന്റ്സ് ഉണ്ട്. ഇതിനകത്തുള്ള എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോർണർ ആറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു കോർണർ ആറ്റം 8 ക്യൂബിക് സ്ട്രക്ചേഴ്സ് ആയിട്ട് 8 സിമ്പിൾ ക്യൂബ്സ് ആയിട്ട് ഒരു കോർണർ ആറ്റം ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു കോർണർ ആറ്റം 8 സിമ്പിൾ ക്യൂബ്സിലായിട്ടായിരിക്കും ഈ കോർണർ ആറ്റം പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കോർണർ ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു കോർണർ ആറ്റത്തിന്റെ 1/8 പോർഷന് ഒരു ക്യൂബിൽ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇവിടെ എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് പറഞ്ഞാൽ 1/8 × 8 നമ്പർ ഓഫ് കോർണർ ആറ്റംസ് ഈക്വൽ ടു 1. ആറ്റമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ആറ്റംസ് ഇൻ യൂണിറ്റ് സെല്ല് ഡിവൈഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെല്ല്. ഇതിനാണ് ആറ്റമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറയുക. അപ്പോൾ അതായത് ഈ ഒരു യൂണിറ്റ് സെല്ലിൽ ഉള്ള പൊസിഷൻ, ഈ ഒരു യൂണിറ്റ് സെല്ലിലുള്ള ആറ്റംസിന്റെ വോളിയം, അതായത് ഈ ഒരു യൂണിറ്റ് സെല്ലിൽ
ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന ആറ്റംസിന്റെ വോളിയം. അപ്പോൾ ഇവിടെ എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് 1 ഉള്ളൂ. 1 × 4/3 πr³ ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്പിയർ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 1 × 4/3 πr³ ഡിവൈഡ് ബൈ ഇതിന്റെ ഒരു സിമ്പിൾ ക്യൂബിന്റെ എഡ്ജ് ലെങ്ത് എ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 4/3 πr³ ഡിവൈഡ് ബൈ a³. എഡ്ജ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു ലാറ്റിസ് പാരാമീറ്റർ ആണ്. അപ്പോൾ ഈ ലാറ്റിസ് പാരാമീറ്ററും ആറ്റമിക് റേഡിയസ് r തമ്മിലുള്ള റിലേഷൻ, നമ്മൾ ഇതിന്റെ ഒരു എഡ്ജ് നമ്മൾ എടുക്കുക. ഈ എഡ്ജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ആറ്റംസ് ഇങ്ങനെ ആയിരിക്കും പൊസിഷൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഈ എഡ്ജ് ലെങ്ത് എ ആണെങ്കിൽ a = 2r. ഒരു സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിൽ ലാറ്റിസ് പാരാമീറ്റർ എയും അറ്റോമിക് റേഡിയസ് ആറും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ a = 2r ആണ്. ഇവിടെ ആറ്റമിക് പാക്കിംഗ് ഫാക്ടർ, ഇവിടെ ആറ്റമിക് പാക്കിംഗ് ഫാക്ടർ നമ്മൾ പറഞ്ഞു വോളിയം ഓഫ് ആറ്റംസ് ഇൻ യൂണിറ്റ് സെൽ ഡിവൈഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെല്ലാണ്. അവിടെ നമ്മൾ ഈ എക്ക് 2r ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആറ്റമിക് പാക്കിംഗ് ഫാക്ടറിന്റെ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ നമുക്ക് 52% കിട്ടും. അതായത് ബാക്കി 48% വോയിഡ് ആണ്. അതായത് സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിൽ വോയിഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ 48% ആണെന്നാണ് അർത്ഥം. ഇനി ഇവിടെ കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു കോർണർ ആറ്റം എടുക്കുക. ആ കോർണർ ആറ്റത്തിന്റെ നിയറസ്റ്റ് നൈബറിങ് ആറ്റംസിന്റെ നമ്പർ, അതിനാണ് കോർഡിനേഷൻ നമ്പർ എന്ന് പറയുക. അപ്പോൾ ഒരു കോർണർ ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ കോർണർ ആറ്റത്തിന്റെ നിയറസ്റ്റ് നൈബറിങ് ആറ്റം എന്ന് പറഞ്ഞാൽ 6 എണ്ണമായിരിക്കും ഉണ്ടാകുന്നത് ഒരു സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിൽ. ഒരു സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിൽ കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ 6 ആണ്. സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിൽ മെറ്റീരിയൽസ് വളരെ കുറവാണ്. ആകെ പൊളോണിയം മാത്രമേ ഫ്രീ ആയിട്ടുള്ളൊരു സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിൽ പൊളോണിയം മാത്രമാണ് ഒരു എലമെന്റ് ആയിട്ടുള്ളത്. സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിലെ ഒരു എലമെന്റ് ആണ് പൊളോണിയം. ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് പൊളോണിയം. ഇനി ബോഡി സെന്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ. ബോഡി സെന്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 8 കോർണർ ആറ്റംസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇതിന്റെ സെന്ററിലൊരു ബോഡി സെന്റേർഡ് ആയിട്ട് ഒരു ആറ്റം കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്പർ ഓഫ് ലാറ്റിസ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 9 ആണ്. അതായത് 8 കോർണർ ആറ്റംസ് ഉണ്ട്. പിന്നെ അതിന്റെ സെന്ററിലൊരു ബോഡി സെന്റേർഡ് ആറ്റം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്പർ ഓഫ് ലാറ്റിസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പോൾ ഈ ലാറ്റിസ് പോയിന്റ് അപ്പം ഇതിനകത്ത് എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് പറഞ്ഞാൽ 8 കോർണർ ആറ്റംസ് ഉണ്ട്. ഓരോ കോർണർ ആറ്റവും 8 അഡ്ജസൈൻ്റ് ആയിട്ടുള്ള ക്യൂബിക് സ്ട്രക്ചേഴ്സിലാണ്. ക്യൂബിക് സ്ട്രക്ചേഴ്സ് ഈ ഓരോ കോർണർ ആറ്റം തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് പറഞ്ഞാൽ 1/8 × 8 പ്ലസ് 1 ബോഡി സെന്റേർഡ് ആറ്റം 1/8 × 8 പ്ലസ് 1 = 2 ആണ് എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ്. ആറ്റമിക് പാക്കിംഗ് ഫാക്ടർ നമുക്കറിയാം വോളിയം ഓഫ് ദി ആറ്റംസ് ഇൻ യൂണിറ്റ് സെൽ 2 × 4/3 πr³ ഡിവൈഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. അപ്പം ലാറ്റിസ് പാരാമീറ്റർ എയും ആറ്റമിക് റേഡിയസ് ആറും തമ്മിലുള്ള റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളൊരു ഇതിന്റെ ബോഡി ഡയഗണൽ എടുക്കുക. ബോഡി ഡയഗണൽ എടുക്കുമ്പോൾ വിടുന്നതിന് ഈ ഒരു എഡ്ജ് ലെങ്ത് എ ആണ്, ഈ ഒരു എഡ്ജ് ലെങ്ത് എ ആണ്. അപ്പോൾ ആ ഫേസിലെ ഡയഗണലിന്റെ ലെങ്ത് √2a ആയിരിക്കും. അപ്പോൾ ബോഡി ഡയഗണൽ എടുക്കുക √2a. അപ്പോൾ ഈ ബോഡി ഡയഗണലിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ √3a ആയിരിക്കും. ഈ ബോഡി ഡയഗണലിൽ 3 ആറ്റംസ് ഉണ്ട്. അപ്പോൾ 3 ആറ്റംസിൽ ബോഡി ഡയഗണലിൽ ഒരു 6, ഇവിടെ 2r 6. അപ്പോൾ √3a = 4r. ഇതാണ് ലാറ്റിസ് പാരാമീറ്റർ എയും റേഡിയസ് ഓഫ് ദി ആറ്റം ആറും തമ്മിലുള്ള റിലേഷൻ. √3a = 4r. അത് ഈ ആറ്റമിക് പാക്കിംഗ് ഫാക്ടറിന്റെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആറ്റമിക് പാക്കിംഗ് ഫാക്ടർ ഫോർ എ ബോഡി സെന്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ 68% എന്ന് കിട്ടും. ഇപ്പോൾ ഈ ഒരു ബോഡി സെന്റേർഡ് ആറ്റം എടുക്കുക. അതിന് നിയറസ്റ്റ് ആയിട്ടുള്ള നൈബറിങ് ആറ്റം എന്ന് പറഞ്ഞാൽ 8 കോർണർ ആറ്റംസ് ആണ്. അപ്പം ഇതിന്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇതിന്റെ എക്സാമ്പിൾ ആണ് ടങ്സ്റ്റൺ, ക്രോമിയം, വനേഡിയം, മോളിബ്ഡിനം, ആൽഫ അയൺ, സോഡിയം എക്സെട്ര. ഇങ്ങനെ ഓർത്ത് ടങ്സ്റ്റൺ, ക്രോമിയം, വനേഡിയം, മോളിബ്ഡിനം, ആൽഫ അയൺ, സോഡിയം എക്സെട്ര ഇതെല്ലാം ബോഡി സെന്റേർഡ് ക്യൂബിക് സ്ട്രക്ചറിന് എക്സാമ്പിൾ ആണ്. ഈ മറ്റൊരു സ്ട്രക്ചറാണ് ഫേസ് സെന്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ. ഈ ഫേസ് സെന്റേർഡ് ക്യൂബിക് സ്ട്രക്ചറിൽ 8 കോർണർ ആറ്റംസ് ഉണ്ടായിരിക്കും. പിന്നെ ഓരോ ഫേസിലും ഓരോ ആറ്റംസ് ഉണ്ടായിരിക്കും. ഈ ഫേസ് ആറ്റംസ് 2 ക്യൂബിലായിട്ടായിരിക്കും പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം 2 ക്യൂബ്സ് ഒരു ഫേസ് സെന്റേർഡ് ആറ്റംസിനെ ഷെയർ ചെയ്യുന്നു. അപ്പോൾ എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് പറഞ്ഞാൽ കോർണർ ആറ്റംസിന്റെ 1/8 പാർട്ടേ നമ്മുടെ ഒരു ക്യൂബിലുള്ളൂ. 1/8 × 8
അതേപോലെ തന്നെ ഫേസ് സെൻറ്റേർഡ് ആറ്റത്തിൻ്റെ ഹാഫ് പാർട്ട് ഒരു നമ്മുടെ ക്യൂബിലുള്ളൂ. അപ്പോൾ 1/2 × 6 1/8 × 8 പ്ലസ് 1/2 × 6, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറഞ്ഞാൽ 4 ആണ്. എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ യൂണിറ്റ് സെൽ പിന്നെ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ ഈസ് 4. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ഒരു ഫേസ് എടുക്കുക. ആ ഫേസിൻ്റെ ഒരു എഡ്ജ് ലെങ്ത് A ആണ്. അപ്പോൾ ഇതിൻ്റെ ഡയഗണൽ √2A ആണ്. മാത്രമല്ല ഈ ഫേസ് എടുക്കുമ്പോൾ ഇതിൻ്റെ ആറ്റംസ് ഇങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും √2A = 4R എന്ന് മനസ്സിലാവും. അതായത് ലാറ്റിസ് പാരാമീറ്ററും ആറ്റോമിക് റേഡിയസും R തമ്മിലുള്ള റിലേഷൻ √2A = 4R ആണ്. അത് ആറ്റോമിക് പാക്കിംഗ് ഫാക്ടറിൻ്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഫോർ എ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ = 74% എന്ന് കിട്ടും. ഇവിടെ ഒരു കോർണർ ആറ്റം എടുക്കുകയാണെങ്കിൽ അതിന് നിയറസ്റ്റ് നൈബറിംഗ് ആറ്റംസ് എന്ന് പറഞ്ഞാൽ 12 ഫേസ് സെൻറ്റേർഡ് ആറ്റംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ 12 ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എക്സാമ്പിൾ ഓർണമെന്റൽ എലമെന്റ്സ് എല്ലാം ഇതിൻ്റെ എക്സാമ്പിൾ ആണ്. അതായത് ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം ഇതെല്ലാം ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചറിന് എക്സാമ്പിൾ ആണ്. അതേപോലെ തന്നെ അലുമിനിയം, കോപ്പർ, ആൽഫ അയൺ ഇതെല്ലാം ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചറിന് എക്സാമ്പിൾ ആണ്. നിക്കൽ ഒരു എക്സാമ്പിൾ ആണ്. അലുമിനിയം, കോപ്പർ, ആൽഫ അയൺ, നിക്കൽ ഇതെല്ലാം ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചറിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്ത സ്ട്രക്ചറാണ് ഹെക്സഗണൽ ക്ലോസ്ഡ് പാക്ഡ് സ്ട്രക്ചർ. ഹെക്സഗണൽ ക്ലോസ്ഡ് പാക്ഡ് സ്ട്രക്ചറും ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചറും തമ്മിൽ കുറച്ച് ഒരേപോലെയുള്ള, അതായത് ഇതിൻ്റെ ആറ്റോമിക് പാക്കിംഗ് ഫാക്ടർ 74% തന്നെയാണ്, കോർഡിനേഷൻ നമ്പർ 12 തന്നെയാണ്. അപ്പം ഹെക്സഗണൽ ക്ലോസ്ഡ് പാക്ഡ് സ്ട്രക്ചറിൻ്റെയും ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചറിൻ്റെയും ആറ്റോമിക് പാക്കിംഗ് ഫാക്ടർ 74%, കോർഡിനേഷൻ നമ്പർ 12 തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഹെക്സഗണൽ ക്ലോസ്ഡ് പാക്ഡ് സ്ട്രക്ചർ ഇതൊരു ഹെക്സഗണൽ ക്ലോസ്ഡ് പാക്ഡ് സ്ട്രക്ചറാണ്. ഇതിന് 12 കോർണർ ആറ്റംസ് ഉണ്ട്. 6 കോർണർ ആറ്റംസ് അറ്റ് ടോപ്പ് ഫേസ് ആൻഡ് 6 കോർണർ ആറ്റംസ് അറ്റ് ബോട്ടം ഫേസ്. അതിൻ്റെ ഒപ്പം തന്നെ 2 ഫേസ് സെൻറ്റേർഡ്, അതായത് 2 ഹെക്സഗണൽ ഫേസിലും 2 ഫേസ് സെൻറ്റേർഡ് ആറ്റംസ് ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 3 ബോഡി സെൻറ്റേർഡ് ആറ്റംസ് ഉണ്ട്. ഇങ്ങനെയാണ് ഒരു ഹെക്സഗണൽ ക്ലോസ്ഡ് പാക്ഡ് സ്ട്രക്ചർ ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറഞ്ഞാൽ ഈ കോർണർ ആറ്റംസ് 6 ഹെക്സഗണൽ ക്ലോസ്ഡ് പാക്ഡ് സ്ട്രക്ചറിലായിട്ടാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ 1/6 പാർട്ടേ ഒരു ഹെക്സഗണൽ ക്ലോസ്ഡ് പാക്ഡ് സ്ട്രക്ചറിൽ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ 1/6 പാർട്ട് ഇൻറ്റു നമ്പർ ഓഫ് കോർണേഴ്സ് = 12, 1/6 × 12. പിന്നെ 2 ഫേസ് സെൻറ്റേർഡ് ആറ്റംസ് ഉണ്ട്. അപ്പോൾ 1/2 × 2 പ്ലസ് 3 ബോഡി സെൻറ്റേർഡ് ആറ്റംസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് പറഞ്ഞാൽ 6 ആണ്. ഇവിടെ നമ്മൾ ഈ ഒരു എഡ്ജ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആറ്റംസിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും A = ഈ എഡ്ജിൻ്റെ ലെങ്ത് A ആണ്. A = 2R എന്ന് മനസ്സിലാവും. പിന്നെ മാത്രമല്ല മറ്റൊരു റിലേഷൻ കൂടിയുണ്ട്. ഇതിൻ്റെ ഈ ഹൈറ്റ് C എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുകയാണെങ്കിൽ C/A = √8/3. ഇത് രണ്ടുമാണ് ലാറ്റിസ് പാരാമീറ്റേഴ്സും ആറ്റമിക് റേഡിയസും തമ്മിലുള്ള റിലേഷൻ. ഹെക്സഗണൽ ക്ലോസ്ഡ് പാക്ഡ് സ്ട്രക്ചറിൽ ലാറ്റിസ് പാരാമീറ്റേഴ്സും ആറ്റമിക് റേഡിയസും തമ്മിലുള്ള റിലേഷൻ A = 2R, C/A = √8/3 ഇവയാണ്. ഈ ആറ്റമിക് പാക്കിംഗ് ഫാക്ടർ 74% തന്നെയാണ്. കോർഡിനേഷൻ നമ്പർ 12 ആണ്. ഇതിന് എക്സാമ്പിളാണ് മഗ്നീഷ്യം, സിങ്ക്, കാഡ്മിയം, കൊബാൾട്ട്, സിർക്കോണിയം എക്സെട്ര. ഇതെല്ലാം ഹെക്സഗണൽ ക്ലോസ്ഡ് പാക്ഡ് സ്ട്രക്ചറിന് എക്സാമ്പിളാണ്. ഇന്ന് നമുക്കിവിടെ ക്ലാസ് നിർത്താം. ഓക്കെ, താങ്ക് യു.